السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ആമുഖ സംസാരം നിർവഹിച്ച മൂസ സ്വലാഹിക്കാര, യോഗത്തിൻ്റെ അധ്യക്ഷൻ, പാലക്കാട് ജില്ലാ മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അനുബന്ധമായ മറ്റു വകുപ്പുകളുടെയുമൊക്കെ പ്രിയങ്കരായ സാരഥികളെ, ഈ നാട്ടിലെ പ്രിയങ്കരായ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമായ മഴ സമൃദ്ധമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമുക്കെന്തൊക്കെ പറ്റിയാലും, നമ്മുടെ പ്രോഗ്രാമിന് എന്തൊക്കെ പ്രയാസം ഉണ്ടായാലും, നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ നമുക്കെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, സൂറത്തുൻ നബയിൽ അല്ലാഹു തആല 10 മഹത്തരമായ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ വഅൻസൽനാ മിനൽ മുഅസിറാത്തി മാഅൻ സജ്ജാജ, കുത്തിച്ചൊരിയുന്ന സമൃദ്ധമായ മഴ മനുഷ്യരെ നിങ്ങൾക്ക് അനുഗ്രഹമാണ്, ദൃഷ്ടാന്തമാണ്. ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ആവശ്യമായ ബറകാത്തുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. മഴവെള്ളത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ തന്നെ വഅൻസൽനാ മിനസ്സമായി മാഅം മുബാറക, അനുഗ്രഹീതമായ വെള്ളം എന്നാണ് മഴവെള്ളത്തെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച വാക്ക്. ആകയാൽ ഒരു മുഷിപ്പോ ഒരു വെറുപ്പോ തോന്നാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി പറഞ്ഞു അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ സംഗമത്തെ പൂർത്തിയാകുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. അധികം സുദീർഘമായ സംസാരം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല, നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നേരത്തെ തുടങ്ങി വെച്ച, നമുക്ക് സൂചനകൾ നൽകി തന്ന ചില ഭാഗങ്ങളെ പ്രിയങ്കരായ നാട്ടുകാർക്ക് ഒന്നുകൂടെ വ്യക്തമാക്കാനും ഒന്നുകൂടെ മനസ്സിലാകുക എന്ന താല്പര്യത്താലും വേണ്ടി മാത്രം ചില ഭാഗങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഭാര്യയും സ്വർഗത്തിൽ താമസിക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചു തുടങ്ങേണ്ടത്. ആദം നബി അലൈഹിസ്സലാമും ഭാര്യയും സ്വർഗത്തിൽ താമസിക്കുമ്പോൾ അല്ലാഹു തആല ഒരു നിയമം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സ്വർഗത്തിലെ സകല സുഖങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. എന്നിട്ടൊരു മരം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. فلا تقربا هذه الشجرة
ഫതകൂനാ മിനൽ-ളാലിമീൻ. ആ കാണുന്ന മരത്തെ നിങ്ങൾ സമീപിക്കരുത്. അതിനെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളായി മാറുന്നതാണ്, ദുൽമ് ചെയ്തവരായി മാറും. ഫവസ്വസ ലഹുമശ്ശൈത്വാൻ. അവിടെയാണ് ആദിമ മനുഷ്യനായ നമ്മുടെ പിതാവിനെ, നമ്മുടെ മാതാവിനെ വസ്വാസിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിക്കാൻ വേണ്ടി പല വസ്വാസുകൾ ഉണ്ടാക്കി. ഫഅസല്ലഹുമശ്ശൈത്വാൻ. ആ സത്യത്തിന്റെ നേരായ മാർഗത്തിൽ നിന്ന് പിശാച് അവരെ വഴിതെറ്റിപ്പിച്ചു. ഫഅസാ ആദമു റബ്ബഹു ഫഗവാ. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായ ഒരു പ്രവർത്തനം അവിടെ സംഭവിച്ചു പോയി. ശരി, ഈ സംഭവം നടന്നപ്പോഴാണ് അവിടുന്ന് സംഭവിച്ച ഈ ഒരു പ്രശ്നത്തിന് ആദ്യമായി ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന അടയാളം എന്തായിരുന്നു? അവരുടെ രണ്ടുപേരുടെയും സൗആത്തുകൾ, നഗ്നതകൾ പുറത്തു വരാൻ തുടങ്ങി. സ്വർഗത്തിന്റെ ഇലകൾ എടുത്തുകൊണ്ട് തന്റെ വസ്ത്രം അല്ലെങ്കിൽ ഔറാത്തുകൾ മറക്കാൻ രണ്ടുപേരും ശ്രമിച്ചു തുടങ്ങി. സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അവരെ രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന ഘട്ടം വന്നു. ഭൂമിയിലേക്ക് പറഞ്ഞേക്കാണ്. അവർക്കൊരാശങ്കയുണ്ടായിരുന്നു, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും, എന്തടിസ്ഥാനത്തിൽ ജീവിക്കും? ബാപ്പ കാരണവന്മാരില്ല, അന്ന് ഭൂരിപക്ഷം നോക്കാനില്ല, അന്ന് മദ്ഹബിന്റെ ആളുകളില്ല, അന്ന് യാതൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന സംശയത്തിന് അല്ലാഹുവിന്റെ വഹയി വരികയാണ്. ഖുൽനഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യതിയന്നകും മിന്നീ ഹുദാ. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് സന്മാർഗം വന്നുകൊണ്ടിരിക്കും. ആകാശത്ത് നിന്ന്, അള്ളാന്റെ അടുത്ത് നിന്ന് മനുഷ്യരായ ഭൂമിയിലുള്ള സൃഷ്ടികൾക്ക് ഒരു വഴി മാർഗനിർദ്ദേശം അല്ലാഹ് നൽകിക്കൊണ്ടിരിക്കും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആർക്കും പേടിക്കാനില്ല. ആ വരുന്ന സന്മാർഗം പിൻപറ്റിയാൽ പേടിക്കാനില്ല, വിഷമിക്കാനില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ദുനിയാവിൽ പേടിക്കാനില്ല, ആഖിറത്തിൽ വിഷമിക്കാനുണ്ടാകില്ല. എന്തുള്ളൂ? പടച്ചോൻ തരുന്ന മാർഗം സ്വീകരിച്ചാൽ മതി. അത് നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞ് പിന്നീട് ഒരുപാട് പ്രവാചകന്മാര് വന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിന്റെ 81 മുതൽ 92 വരെയുള്ള ആയത്തുകൾ വായിച്ചാൽ 18 നബിമാരുടെ പേരെടുത്ത് വിശദീകരിക്കുന്നുണ്ട്. അവരെ പറ്റി പറഞ്ഞു, കുല്ലും മിനസ്സാലിഹീൻ. എന്തേ? അള്ളാന്റെ സന്മാർഗം സ്വീകരിച്ചു ജീവിച്ചു. അവരൊക്കെ സ്വാലിഹീങ്ങളായിരുന്നു. വകുല്ലൻ ഹദൈനാ. അവരൊക്കെ സന്മാർഗം നേടിയെടുത്ത, നാം സന്മാർഗം കാണിച്ചു കൊടുത്തവരാണ് അവര്. വീണ്ടും പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. നബിയേ, ആ പറഞ്ഞു കഴിഞ്ഞു പോയ നബിമാരൊക്കെ സന്മാർഗത്തിലാണ്, നല്ല വഴിയിലാണ്. നീ നബിയെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫബിഹുദാഹു മുഖ്തദി. അവര് പഠിപ്പിച്ച ആ മാർഗം നിങ്ങളും പിൻപറ്റണം നബിയേ. നബിനോട് എന്താ പറഞ്ഞു? വത്തബിഊ മില്ലത ഇബ്രാഹീമ ഹനീഫാ. നമ്മുടെ മുൻഗാമിയായ ഇബ്രാഹിം നബിന്റെ മാർഗം പിൻപറ്റണം നബിയേ. ഇബ്രാഹിം നബിന്റെ പ്രത്യേകത ദുൽഖഅദ ദുൽഹിജ്ജയിലൊക്കെ ചർച്ച ചെയ്യും. മകാന ഇബ്രാഹീമു യഹൂദിയാ. ഉസൈർ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് സന്താനമുണ്ടെന്ന് വാദിച്ച ജൂതന്മാർ ഇബ്രാഹിം നബി അവരിൽപ്പെട്ടവരല്ല. മകാന ഇബ്രാഹീമു യഹൂദിയം വലാ നസ്റാനിയ.
ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണ്, സാക്ഷാൽ ദൈവമാണെന്ന പിഴച്ച വാദം പറഞ്ഞ നസ്റാനിയല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, ഋജുമനസ്കനായി സമ്പൂർണനായി അള്ളാന്റെ കൽപ്പനകൾ, അള്ളാഹ് പഠിപ്പിച്ച ഹുദകൾ അതുപോലെ പാലിച്ച പ്രവാചകരാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യഹൂദിയല്ല, ഇബ്രാഹിം അലൈഹിസ്സലാം നസ്റാനിയല്ല. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നയാളല്ല. ബാപ്പാക്ക് ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ മകൻ ഒരിക്കലും ആ അബദ്ധങ്ങൾ പേറി നടന്നവനായിരുന്നില്ല. എന്നിട്ട് നബിനോട് പറയാണ്, നബിയെ ഇബ്രാഹിം നബിന്റെ മാർഗം പിൻപറ്റിക്കോ, വിജയത്തിന്റെ മാർഗം അതാണ്. അവസാന പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർക്കും വേറെ ഒന്നും പറയാനില്ല. മദ്ഹബിന്റെ ചരിത്രത്തിക്കോ വേറെ വലിയ കിതാബിക്കൊന്നും നമുക്ക് പോണ്ട, നമുക്ക് ഖുർആനിലുണ്ട്. ഖുർആനിൽ അങ്ങനെ പറഞ്ഞു പോന്നാൽ ആർക്കും മനസ്സിലാക്കാം, വീട്ടിൽ പോയി റഫർ ചെയ്യാം. ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു തന്ന ഖുർആന് നിങ്ങൾക്കുള്ള ഹുദയാണ്. ഇത് മുറുകെ പിടിച്ചോളണം. അതുകൊണ്ടാണ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഏതാ? സൂറത്തുൽ ബഖറ, രണ്ടാമത്തെ സൂറത്ത്. തുടങ്ങുന്നതിന് അത് പറഞ്ഞിട്ടാണ് ദാലിക്കൽ കിതാബ്, ആ വേദഗ്രന്ഥമുണ്ടല്ലോ, ലാ റൈബ ഫീ, അതിൽ ഒരു ഇക്കാശക്കയും സംശയവും നിങ്ങൾക്ക് വേണ്ട, ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. അത് ഹുദയാണ്, അത് അല്ലാഹ് ഇറക്കി തന്ന ഹുദയാണ്. മറ്റൊരായത്തിൽ കാണാം, ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സന്മാർഗമാണ്. ആർക്ക്? അറബികൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മക്കക്കാർക്ക് മാത്രമല്ല. ഹുദൽ ലിന്നാസ്, മനുഷ്യന്മാരായിട്ട് ലോകത്ത് എവിടൊക്കെ ആളുകളുണ്ടോ അവർക്കെല്ലാവർക്കും പഠിക്കാനും പാലിക്കാനുമുള്ള സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിനകത്തുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമന ഔഷധമാണ് ഖുർആൻ. ഇമാം സുയൂത്തി ഖുർആനുമായി ബന്ധപ്പെട്ട പേര് മാത്രം പറഞ്ഞ് വിശദീകരിക്കുന്ന അൽ-ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന കിതാബിന്റെ ഉൾഭാഗത്ത് കാണാൻ സാധിക്കും 50 പേര് ഖുർആനിനെ പറ്റി പറയുന്നുണ്ട്. അൽ കിതാബ്, ഹുദാ, നൂർ, ശിഫാ, റഹ്മത്ത്, അങ്ങനെ എന്തൊക്കെ വായിക്കാനുണ്ട്. അത്രക്ക് മഹത്തരമാണ് ഈ ഗ്രന്ഥം. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ആ മാർഗം നിങ്ങൾ പിൻപറ്റിക്കോളൂ. ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവര് ജനങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹം സ്വന്തമായി എഴുതിയുണ്ടാക്കുകയാണ്. അദ്ദേഹം ഒരു സാഹിറാണ്, അദ്ദേഹം ഒരു ഷായിറാണ്, കവിയാണ്, മജ്നൂനാണ്, ഭ്രാന്തനാണ്, കദ്ദാബാണ്, കളവ് പറയുന്നവനാണ്. എപ്പോഴാ അള്ളാന്റെ ഖുർആൻ എടുത്ത് പറയാൻ തുടങ്ങിയപ്പോ ഖുർആന്റെ മറുപടി, വമായ അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ആ പ്രവാചകൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചൊരു സെന്റൻസും നിങ്ങളോട് പറയൂല. വഹിയിന്റെ അടിസ്ഥാനത്തിൽ ആകാശലോകത്ത് നിന്ന് 600 ചിറകുള്ള മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കാതെ, ഒരു വഹി ലഭിക്കാതെ നബി തങ്ങൾ സ്വന്തം ഇഷ്ടത്തിനൊരു വാക്ക് സംസാരിക്കുന്നയാളല്ല. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റണം. ഇതാണ് വിജയത്തിന്റെ മാർഗം, ഇതാണ് രക്ഷയുടെ വഴി. ഇതിലെന്ത് തർക്കാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്? പക്ഷെ പിഴച്ചുപോയത് എപ്പോഴാ? പ്രശ്നം പറ്റിയത് എപ്പോഴാ? ഈ ഹുദയിൽ നിന്ന്, സത്യമാർഗത്തിൽ നിന്ന്, ഈ ഖുർആനിൽ നിന്ന് ജനങ്ങൾ വഴിദൂരം മാറി സഞ്ചരിക്കാൻ തുടങ്ങി. 1921 കാലഘട്ടത്തിൽ ഇ.കെ. മൗലവി റഹിമഹുല്ലാഹ് ലോകത്തോട് വിട പറഞ്ഞ വർഷമായിരുന്നു. അതേ വർഷമാണ് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതും. അന്ന് തിരികൊളുത്തിയിട്ടാണ് ഇ.കെ. മൗലവി മരണപ്പെട്ടത്. പക്ഷെ അന്ന് അത് അവിടെ അവസാനിച്ചില്ല. മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്ത് ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിന്റെ പ്രവർത്തന സജ്ജത തെളിയിച്ചുകൊണ്ട് അന്ന് തുടക്കം കുറിച്ചു.
എന്ത് പറയാനെന്നറിയോ? ഈ ഖുർആനിനെ മുറുകെ പിടിക്കണേ, ഈ സുന്നത്തിനെ അനുധാവനം ചെയ്യണേ, ഇതാണ് നമുക്ക് പിൻപറ്റാനുള്ളത് എന്ന് ലോകത്ത് പറയാൻ. അങ്ങനെ കാലങ്ങളോളം അതിന്റെ പ്രവർത്തനങ്ങളുമായി മഹാരഥന്മാരായ, ഞാൻ കേരളത്തിലെ ചരിത്രം മാത്രം പറയാം, മർഹൂം ഉമർ മൗലവിയെ പോലെ, സെയ്ദ് മൗലവി രണ്ടത്താണിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, മൈക്കില്ലാത്ത, സ്ക്രീനില്ലാത്ത, കറണ്ട് ശരിക്ക് വരാത്ത, ഒന്ന് ചെരുപ്പിട്ട് നടക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ അങ്ങാടികളിൽ ചെന്നുകൊണ്ട് സംസാരിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്നും ആ നാട്ടിലെ ജനങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കഴുത്തിലേക്ക് മാലപ്പടക്കമിട്ട് കത്തിച്ച സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. എന്തിനാ? ഖുർആൻ പിൻപറ്റണം, നബിനെ പിൻപറ്റി ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ. ആരെന്നറിയോ? മുസ്ലിം ഉമ്മത്തിലെ അന്നത്തെ മനുഷ്യന്മാർ. വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താക്കളാണെങ്കിൽ നമുക്ക് ശത്രുക്കളാണെന്ന് പറയായിരുന്നു. ഇയാള് പറയുന്നത് പുത്തനാശയമാണ്. ഏതാ പുത്തനാശയം? ഈ ഖുർആൻ എന്നൊരായത്ത് ഓതി സംസാരിച്ചാൽ അത് ഞങ്ങൾക്കെതിരാണോ? അത് പുത്തനാണ്. എന്റെ സുഹൃത്തുക്കളെ, ഈ ഖുർആൻ പഠിക്കാൻ വീണ്ടും വീണ്ടും അവർ ജനങ്ങളോട് പറഞ്ഞു. ആദ്യം ചെറിയ ചെറിയ ക്ലാസ്സുകൾ ആരംഭിച്ചു. അന്ന് പറഞ്ഞു, പാടില്ല മക്കളെ, ഖുർആൻ ക്ലാസ് അമ്മക്ക് പറ്റൂല, ഖുർആനിനെ ക്ലാസ്സിലാക്കണ പരിപാടിയാണ്. ബോർഡുമൊക്കെ എഴുതി പഠിപ്പിക്കുമ്പോ ആ ചോക്കിൽ നിന്ന് ആ പൊടി താഴേക്ക് വീണാൽ അതിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാലൊക്കെ ഒരു അദബ് കേടാകൂലേ? അതുകൊണ്ട് ഖുർആൻ എഴുതി പഠിപ്പിക്കാനൊന്നും പാടില്ല. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അർത്ഥം പഠിക്കണമെങ്കിൽ അത് അർത്ഥം പഠിക്കാൻ ഒറ്റ സൂറത്തും നിങ്ങൾക്ക് പറ്റൂല, നിങ്ങളൊക്കെ സാധാരണക്കാരാണ്, പഠിക്കരുത്. നീന്തൽ അറിയാത്തവൻ സമുദ്രത്തിൽ ഇറങ്ങിയാൽ അപകടത്തിൽ പെടുന്ന പോലെ ഖുർആൻ ഒരു സമുദ്രമാണ്. നിങ്ങളാരും സാധാരണക്കാർ ഇത് പഠിക്കണ്ട. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അൽ ഫാത്തിഹ മാത്രം പഠിച്ചാൽ മതി, അതും അർത്ഥം പഠിക്കേണ്ടതില്ല. അന്ന് പിന്തിരിപ്പിച്ചു. മലയാളം എഴുതാൻ തുടങ്ങി നാട്ടിലെ ജനങ്ങള്. ആര്യനെഴുത്തുന്ന വിളിക്കുക. എഴുത്ത് പഠിക്കാൻ പാടില്ല, പെണ്ണുങ്ങളൊക്കെ എഴുത്ത് പഠിച്ചാൽ പ്രേമലേഖനം എഴുതുമെന്ന് പറഞ്ഞ് അന്നുണ്ടായിരുന്ന പുരോഹിതന്മാർ അതിനെ റിജക്ട് ചെയ്തു. യതീംഖാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കോളറ ബാധിച്ച് ഒരുപാട് കുട്ടികൾ യതീമായി. മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ഈ കുട്ടികൾക്ക് അത്താണില്ലാതായപ്പോ നമ്മുടെ മഹാരഥന്മാരായ KM മൗലവിയെ പോലെയുള്ള മഹാരഥന്മാര് അന്ന് തുടങ്ങി വെച്ച സംരംഭമാണ് യതീംഖാനകൾ. വലിയൊരു അത്താണിയായിരുന്നു. അന്ന് കളിയാക്കി പരിഹസിച്ചു. അല്ലോ യതീമൻ ഖാനഹു, യതീമിനെ വഞ്ചിക്കണ ഖാനയാണ്. ഇന്ന് ഓൾക്ക് 100-150 യതീംഖാനുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ പഠിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് പഠിക്കരുത്, നരകത്തിൽ. നിങ്ങൾ വായിക്ക്, കേരളത്തിൽ അങ്ങനെ എഴുതി വെച്ച പ്രമേയങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. നരകത്തിലെ ഭാഷയാണ്, നിങ്ങൾ പഠിക്കരുതെന്ന് പറഞ്ഞു. അപ്പറഞ്ഞവർക്ക് ഇന്ന് 200-ലേറെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അവർ തിരുത്താത്തൊരു മേഖലയുണ്ടായിരുന്നു ഖുർആൻ പഠനത്തിന്റെ കാര്യത്തിൽ. ജനങ്ങളോട് ഇത് പഠിക്കരുത് എന്ന് പറഞ്ഞു. അവർ പഠിച്ചാൽ സമൂഹത്തിൽ തന്റെ ഖതീബിന് നേരെ, ഉസ്താദിനു നേരെ ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്ക് പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർ എന്നും ജനങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പക്ഷെ ജനങ്ങൾക്ക് ഒരു സമാധാനം കിട്ടണ്ടേ? അവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ നീങ്ങാ പിന്നെന്താ ചെയ്യാ? പക്ഷിപ്പാട്ട്, കിളിപ്പാട്ട്, മാലപ്പാട്ട്, കുപ്പിപ്പാട്ട് ഇതാണ് കൈ കൊടുത്തു. ഇത് മതി നിങ്ങൾക്ക്, ഇത് ചൊല്ലിയാ മതി രോഗം മാറാൻ. പ്രസവവേദന ഉണ്ടോ? നഫീസത്ത് മാല ചൊല്ലിയാ മതി. വീട്ടിൽ എന്തെങ്കിലും മാറാ വ്യാധികളുണ്ടോ? മങ്കൂസ് മൗലിദ് ഓതിയാ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള ആപത്തുകളുണ്ടോ? മുഹയ്യദ്ദീൻ മാല ഓതിയാ മതി. ഇത് നാട്ടിലങ്ങോട്ട് പരന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ, നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഖുർആൻ ഓതാൻ വേണ്ടി ഒരു വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പരിപാടി ഉണ്ടാവില്ല? അതേ സമയത്ത് ഭക്ഷണമൊക്കെ വെച്ച് വലിയ പരിപാടി, ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് കുത്തുബിയത്ത് നടക്കും. അത് നടക്കും. എന്തുകൊണ്ടാ? അത് ജനങ്ങളെ അന്ന് പഴക്കം. അതുകൊണ്ട് എന്തൊരു നാട്ടിലത്തെ ആൾക്കാർ പറയും, ഇതൊക്കെ ഞങ്ങളെ ബാപ്പക്കാരന്മാര് ചെയ്യാൻ തുടങ്ങിയതല്ലേ? ആണ്. പക്ഷെ അവർക്ക് ഇത് എവിടുന്നാ വന്ന് കിട്ടിയത്? ഒന്ന് പഠിച്ചു നോക്കി.
ഈ ഖുർആനിനെ മാറ്റി വെച്ചിട്ട് അവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മതി, ഇതിനെന്താ പോരിശാന്നറിയോ? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. തെറ്റുകൂടാതെ മുഹ്യിദ്ദീമാല ഓതിയാൽ ചൊല്ലിയാൽ സ്വർഗത്തിൽ മാളിക കിട്ടും. പിന്നെ എന്തിനാ മടിക്കണം? ജനങ്ങളെല്ലാരും മേടിച്ചു ഇരുന്ന് ഓതാൻ തുടങ്ങി. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഖുർആൻ തെറ്റുകൂടാതെ അതിന്റെ ഒന്നാമത്തെ അക്ഷരം മുതൽ അവസാനത്തെ അക്ഷരം വരെ തെറ്റുകൂടാതെ ഓതിയാൽ സ്വർഗത്തിൽ മാളിക തരാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രതിഫലമുണ്ട്, ഒരുപാട് മഹത്വമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഖുർആനിനേക്കാൾ പോരിശ പറഞ്ഞു. പിന്നെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വിഷമങ്ങൾ വരുമ്പോ നിങ്ങൾക്കൊരു അത്താണിയെ വിളിച്ച് പ്രാർത്ഥിക്കണ്ടേ? വേണം. അതിന് ഡയറക്റ്റായി നേർക്ക് നേരെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറ്റൂല. പിന്നെന്താ ചെയ്യാ? വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പോടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. ഈ അങ്ങാടിയിൽ ഇത് കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മുഹ്യിദ്ദീമാലയിൽ ഈ വരി ഇല്ലേന്ന് പോയി നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന, ചെലവിന് കൊടുക്കുന്ന, സാലറി കൊടുക്കുന്ന, വരിസംഖ്യ കൊടുക്കുന്ന പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കണം, ഈ വരി അതിലുണ്ടോന്ന് ചോദിക്കാൻ. ഉണ്ടോ? ശരി, അർത്ഥം ഞാൻ പറഞ്ഞുതരാം. വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക്, മുഹ്യിദ്ദീൻ ഷേഖ് പറഞ്ഞു, എന്നെ ഏത് നാട്ടിൽ നിന്ന് ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വായ്പോടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. എന്താ പറഞ്ഞു? വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും. പിന്നെ ആരെങ്കിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കോ? വിളിക്കൂല. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകാൻ? ഇല്ലല്ലോ. അള്ളാഹ് എന്താ പറഞ്ഞേ? വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹ് പറഞ്ഞതിന്റെ 4 ഇരട്ടിയാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും. അതുകൊണ്ടാണ് വണ്ടി ആക്സിഡന്റിലായാൽ മുഹ്യിദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു അപകടം സംഭവിക്കും അപ്പൊ തിരിങ്ങളെ എന്ന് വിളിക്കും. കാരണം എന്താ? അള്ളാനെ വിളിച്ച ഉത്തരം കിട്ടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടുന്നതാണ്. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ നാട്ടിലെ ഈ പുസ്തകമുള്ള വീട്ടിൽ എന്റെ കയ്യിലുണ്ട്, നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ഏത് ബുക്ക് സ്റ്റാളിലും കിട്ടും. ഖുർആൻ കിട്ടാൻ മടിയുണ്ടെങ്കിലും ഈ സാധനം എല്ലായിടത്തും അവൈലബിൾ ആണ്. പോയി നിങ്ങൾ തുറന്ന് വായിച്ചു നോക്കി. ഇങ്ങനെ കെട്ടുകണക്കിന് മാറാപ്പ് പാണ്ഡങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. എന്താ കുത്തുബിയത്ത്? അള്ളാന്റെ ഹുദ പഠിക്കുന്നതിന് പകരം പിന്നെ കൊടുത്തത് എന്താ? കുത്തുബിയത്താണ്. എന്താ കുത്തുബിയത്ത്? 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആരെ? യാ ഹയ്യ് എന്നല്ല, യാ അല്ലാഹ് എന്നല്ല, യാ റഹ്മാൻ എന്നല്ല, യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു ഹാദിറു ഇൻ മജ്ലിസിൽ ഹാദിറു. ഈ മജ്ലിസിൽ പെട്ടെന്ന് ഹാദിറാകണം എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ ഒരു മനുഷ്യൻ ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മറ്റൊരു മനുഷ്യനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ മനസ്സിലാന്തറിയോ? അള്ളാന്റെ ഖുർആൻ എന്ന് ജനങ്ങൾ തെറ്റിയപ്പോൾ ഉണ്ടായ ഒരുപാട് അബദ്ധങ്ങളാണ്. തിരിച്ചു നടക്കണം. വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു നടന്നാൽ നമ്മുടെ നാട്ടിൽ പിന്നെ വിഭാഗീയതകൾക്ക് പ്രസക്തിയില്ല. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ആ ഖുർആൻ മുറുകെ പിടിക്കാനാണ്. എല്ലാവർക്കും ബാധകമാണ് ആ നിയമങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചവരല്ലേ നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാൻ എന്താ മാനദണ്ഡം? അതിന്റെ നിബന്ധനകളുണ്ട്. അവനത് അംഗീകരിക്കണം, അവനത് പ്രഖ്യാപിക്കണം. അള്ളാഹുവിനോട് മഹബത്തുള്ളവനായി മാറണം. അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ മറ്റൊന്നിനെയും സ്നേഹിക്കാത്തവനാകണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാനും പ്രവാചകനെ പിൻപറ്റാനും നോക്കൂ. നിങ്ങൾ ആദ്യമായി വഹയി വന്നത് മക്കയിലാകുമ്പോഴാണ്. 13 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് മക്കയിലാണ്. ഏറ്റവും അടിത്തറയെന്ന് ഞാൻ പറയാ
ആദ്യമായി വഹി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഷിആറുകൾ പഠിച്ചതും പഠിപ്പിച്ചതും ത്യാഗം സഹിച്ചതും ഒക്കെ മക്കയിലാണ്. എത്ര കൊല്ലം? 13 കൊല്ലം. ആ 13 കൊല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ, അവിടുത്തെ ജനങ്ങളെ എല്ലാം പഠിപ്പിച്ച സന്ദേശം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന 3 കാര്യങ്ങളായിരുന്നു. തൗഹീദ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് മക്കയിലെ 13 കൊല്ലം ഒച്ചയിട്ട് സംസാരിച്ച വിഷയം ഇതായിരുന്നു. പിന്നെ പഠിപ്പിച്ചത് ആഖിറത്തായിരുന്നു, പരലോകമുണ്ട്, പരലോകം വരാനുണ്ടത് സത്യമാണ്. പിന്നെ പഠിപ്പിച്ചത് റിസാല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ തന്നെയാണ്, അവസാനത്തെ പ്രവാചകനാണെന്ന് ഉറപ്പിക്കുന്ന സന്ദേശങ്ങളാണ്, തെളിവുകളാണ് അവർ ഇട്ടുകൊടുത്തത്. നോക്കൂ നിങ്ങൾ, മക്കയിൽ ഈ ചരിത്രം അധ്യാപനങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവിടെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആലയെ പരിചയപ്പെടുത്തുന്ന എത്രയോ ആയത്തുകളുണ്ട്. എല്ലാ നബിമാരും ജനങ്ങളോട് പറഞ്ഞത് തന്നെയാണ് നബിതങ്ങളും പഠിപ്പിക്കുന്നത്. എന്താ ജനങ്ങളോട് പറഞ്ഞത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലോകത്ത് 1.25 ലക്ഷത്തോളം നബിമാര് വന്നിട്ടുണ്ടത്രേ. നമ്മൾ 10-25 നബിമാരെ പേരെ കേട്ടിട്ടുള്ളൂ. നബിമാരെന്ന് പറയുന്നവർ വിവിധ ലോകത്തിന്റെ ദിക്കുകളിൽ 1.25 ലക്ഷത്തിലധികം നബിമാര് വന്ന ഖുർആൻ അതിനെ ആണയിട്ട് പറഞ്ഞു. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, എല്ലാ ഉമ്മത്തിലേക്കും ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ട്. എന്തിനാ വന്നിരിക്കുന്നത്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എന്തിനാ നബിമാരൊക്കെ പോയിട്ട് എന്താ പറയണത്? റോഡ് വികസനത്തെ പറ്റിയാണോ? മലിനജലത്തെ പറ്റിയാണോ ചർച്ച? രാഷ്ട്രീയമായിരുന്നോ ചർച്ച? ചാരിറ്റി ആയിരുന്നോ ചർച്ച? ഏറ്റവും മുഖ്യമായ വിഷയം വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ, എല്ലാ ഉമ്മത്തിലേക്കും ഒരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അനി അബ്ദുല്ലാഹ്, അല്ലാഹനെ ആരാധിക്കണം. വജ്തനിബുത് ത്വാഗൂത്ത്, എല്ലാ ദൈവേതര ശക്തികളെ നിങ്ങൾ ഒഴിവാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തൊരു നബിയില്ല. നിങ്ങളെ സദസ്സിൽ ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടാവും, ഇവരിപ്പോ 2000 പ്രസംഗിക്കുമ്പോൾ ഇതന്നെ പറയണത്, 2024 പേർക്ക് ഇതന്നെ പറയാനുള്ളൂ. ഇതിന്റെ ഒരു മെയിൻ ഭാഗം തന്നെയാണ്, ഇത് മാറ്റിവെക്കാൻ കഴിയില്ല. ഇനി വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്ന എല്ലാ നബിമാരും അത് പഠിപ്പിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണത് പഠിപ്പിക്കേണ്ടി വന്നത്? ഒട്ടനേകം ജനങ്ങൾ ഈ അല്ലാഹുവിനോടുള്ള ആരാധന മറന്നവരായി മാറി. മനുഷ്യന്മാർക്കിടയിൽ അല്ലാഹുവിനെ, അതിനാണ് അല്ലാഹു പടച്ചത്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മളെ പറ്റി ചിന്തിക്കണം. എന്തിനാ നമ്മളെ അല്ലാഹു പടച്ചിരിക്കുന്നത്? കച്ചവടം ചെയ്യാനാണോ? മക്കളെ കെട്ടിക്കാൻ വന്നവരാണോ? വീടുണ്ടാക്കാൻ വന്നവരാണോ? അടുക്കളപ്പണിക്ക് വന്നവരാണോ? ആരുടെയോ ഭാര്യയാകാൻ വന്നതാണോ? കല്യാണം കഴിക്കാൻ വന്നതാണോ? നമ്മൾ എന്തിനാ ദുനിയാവിക്ക് വന്നത്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മതത്തിൽ നിഷ്കളങ്കരായി അല്ലാഹനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. അല്ലാഹ്ക്ക് ഇഖ്ലാസായി ഇബാദത്ത് ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ. അതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. ആ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ജനങ്ങൾ, അത് നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, 10 തലമുറ കഴിഞ്ഞുപോയി. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നല്ല മനുഷ്യന്മാരെ ബഹുമാനിക്കാൻ തുടങ്ങി. കുഴപ്പമില്ല, ബഹുമാനിക്കണം. അവർ മരിച്ചതിനു ശേഷം ശൈത്താൻ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു, ആ മഹാന്മാരായ നല്ല മനുഷ്യന്മാരുടെ ഖബറുകൾക്ക് മേൽ ഇരിപ്പിടമുണ്ടാക്കണം. പിന്നെ പതുക്കെ പതുക്കെ അവരോട് പറഞ്ഞു, ഇവരൊക്കെ വലിയ വലിയ കറാമത്തുള്ള പദവികളുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടക്കിടക്ക് ഇവരോട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയണം. പിന്നീട് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് പകരമായി നിങ്ങളെല്ലാം ഇവരെ ആരാധിക്കണം.
ഇത് ഇങ്ങനെ ഒരു രംഗം മനുഷ്യന്മാരുടെ തലമുറയിൽ വരാൻ തുടങ്ങിയപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞു. ആദ്യത്തെ റസൂൽ ഒരു ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ പോയി തൗഹീദ് സംസാരിച്ച നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒരു തവണ വായിച്ചാൽ മതി, ഒറ്റ തവണ വായിച്ചാൽ മതി. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒരു കോപ്പി പ്രിന്റ് എടുത്ത് കൊടുത്തോ, ഒരു നഷ്ടമില്ല. സൂറത്തു നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും ഷോർട്ട് ചരിത്രം പറയുന്ന സൂറത്തു നൂഹിൽ ഈ സംഭവം രേഖപ്പെടുത്തുക. ആ നാട്ടിലെ ജനങ്ങൾ അങ്ങനെ മഹാന്മാരായ ആളുകളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ ഇപ്പത്, കേരളത്തിന്റെ എല്ലാ മുക്കുമൂലയിലും ഇവരൊക്കെ മഹാന്മാരാണ്. അതുകൊണ്ട് എന്താ പ്രത്യേകത? ഇവരൊന്നും ചില്ലറക്കാരല്ല. നാളെ അള്ളാന്റെ കോടതിയിൽ ഞങ്ങൾക്ക് ശഫാഅത്ത് തരാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിച്ചാൽ, ഇവരാരാധിച്ചാൽ, ഇവരെ തൃപ്തിപ്പെടുത്തിയാൽ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ വാദം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ 5 വ്യക്തികളെ പേര് പറഞ്ഞു. നിങ്ങൾ ഇവരെ ആരാധിക്കരുതെന്ന് പറഞ്ഞു, നിങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ നേരിട്ട് അള്ളാനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് നന്നായിക്കോളൂ. നൂഹ് നബി പറയാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ശിർക്ക് ചെയ്തിരുന്ന, മഹാന്മാരെ ആരാധിച്ചിരുന്ന ആ ജനതയോട് നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ഒരിക്കലും നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചാൽ അത് ശരിയാവൂല. നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ ദോഷികളാണ്. ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് കറന്റ് എടുക്കാറില്ലല്ലോ. അതുപോലെ നമ്മൾ ഒരിക്കലും അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കരുത്. നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് ഇസ്തിഗ്ഫാർ നടത്തി പ്രാർത്ഥിച്ചാൽ, തൗബ ചെയ്ത് പശ്ചാത്തപിച്ചാൽ, യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് വെള്ളം കിട്ടും, മഴ കിട്ടും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, സമ്പത്തും സന്താനങ്ങളും കിട്ടും. എണ്ണി പറഞ്ഞു. അപ്പോ നാട്ടിലെ ജനങ്ങൾ മനസ്സിലായി, ഇത് നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്നതിന് എതിരാണല്ലോ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നൂഹ് പലതും പറയും, അതൊക്കെ പുത്തനാണ്. നമ്മൾ നമ്മുടെ മാർഗത്തിൽ പോയാ മതി. ആ നാട്ടിലെ പ്രമാണിമാർ എഴുന്നേറ്റ് പറയാൻ തുടങ്ങി. വഖാലൂ, ആ ജനങ്ങൾ പറഞ്ഞു. സൂറത്ത് നൂഹ് എന്നാണ് ഞാൻ വായിക്കുന്നത്. വഖാലൂ, ആ ജനങ്ങൾ പറഞ്ഞു, ലാ തദറുന്ന ലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. ഈ മഹാന്മാരായ വദ്ദിനെ, സുവാഇനെ, യഗൂസ്, യഊഖ്, നസ്ർ എന്ന് പറയുന്നവര് നിങ്ങൾ ഒരിക്കലും കൈവടിയണ്ട. നിങ്ങൾ അവരെ ആരാധിച്ചാ മതി, അവരോട് പ്രാർത്ഥിച്ചാ മതി. ഇതാണ് ജനങ്ങൾ പറയുന്നത്. നൂഹ് നബി എന്താ പറയുന്നത്? നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. നിങ്ങൾ ഇതേ ആശയങ്ങൾ നാട്ടിൽ പോയി പറഞ്ഞു നോക്കി. അപ്പൊ ജനങ്ങൾ പറയും, നിങ്ങൾ പുത്തൻവാദിയാണ്, ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അടുത്ത ഭാഗത്ത് പറയാണ്, വഖദ് അളല്ലൂ കസീറാ. ആ കാരണം കൊണ്ട് അവരങ്ങേയറ്റത്തെ വഴികേടിലായി പോയവരാണ്, പഴച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പയാരായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖലീലുള്ളയാണ്. ബാപ്പയാരായിരുന്നു? ആസർ എന്ന് പറയുന്നയാള്. വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുന്ന, പൂജിക്കുന്ന, അത് വിൽപ്പനക്ക് വെക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇബ്രാഹിം നബി പറയണേ, ഞാൻ നിങ്ങളെ ഈ ആശയത്തൊക്കൊന്നുമില്ല, ഞാൻ ബാപ്പ കാരണവന്മാര് ചെയ്തതാ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി എന്താ ചെയ്യേണ്ടത്? ബാപ്പ ചെയ്ത പണി ഇങ്ങനെ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പാന്റെ അടുത്ത് ചെന്നു. അള്ളാന്റെ വഹ്യ് കിട്ടിയ നബിയാണ്. യാ ബത്തി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ. ആട്ടി ഓടിച്ചില്ല, ചീത്ത വിളിച്ചില്ല, തെറി വിളിച്ചില്ല, ബഹിഷ്കരിച്ചില്ല. ബാപ്പാ, എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാത്ത, കേൾക്കാത്ത,
കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത വസ്തുക്കളെ നിങ്ങൾ എന്തിനാ ബാപ്പ ആരാധിക്കുന്നത്? കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത വസ്തുക്കൾ എന്തിനാ ബാപ്പ ആരാധിക്കുന്നത്? ബാപ്പാ, ഞാൻ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം നിങ്ങൾ എന്റെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയല്ല. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. അദാബ്, അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അദാബ്, ശിക്ഷ ഉപ്പാ നിങ്ങൾക്കുണ്ടാകുമോ എന്ന പേടി കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ബാപ്പാ, നിങ്ങൾക്ക് ലഭിക്കാത്ത ഇൽമ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ബാപ്പാ. അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം മോനെ. ബാപ്പാ അങ്ങനെയൊക്കെ പറയുമ്പോ മകനോട് പറയണം, മോനെ നീ ഈ ആദി പുതിയ ആദർശം കൊണ്ട് ഈ വീട്ടിൽ വന്നാണ്ടല്ലോ, ആണോ രൂപം മാറി. ആദർശത്തിന്റെ പ്രത്യേകതയാണ്. തിരിച്ചു പറയുന്നത്, നീ മര്യാദക്ക് ഈ സംസാരം നിർത്തിയില്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും ഞാൻ. നമ്മളെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവോ? കല്യാണത്തിന് വരൂല, നിങ്ങൾ ഈ ആദർശം കൊണ്ടുപോയാൽ ഞങ്ങൾ നിങ്ങളെ കല്യാണത്തിന് വിളിക്കൂല, നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ മറവ് ചെയ്യൂല. ഇങ്ങനത്തെ സംസാരിക്കുന്ന ആളുകളോട് മിണ്ടരുത്, ചിരിക്കരുത്, സംസാരിക്കരുത്, മയ്യത്ത് മരിച്ചാൽ കാണാൻ പോകരുത്. തന്നെ പറ്റേ മാർഗമുള്ളൂ. ആദർശം കൊണ്ട് നേരിടാൻ സാധ്യമായ ഒരു വഴിയില്ല. ജനങ്ങൾ ദീന് കേൾക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കണം. എത്ര മഹല്ലുകളിലെന്നറിയോ, നമ്മൾ എങ്ങനെയെങ്കിലും ജനങ്ങൾ ഇത് കേൾക്കട്ടെ എന്ന് വിചാരിച്ചാൽ അന്ന് മഹലിന്ന് അതുവരെ അറബിയിൽ പ്രസംഗിച്ച മഹലിൽ അന്ന് 2 മിനിറ്റ് മലയാളത്തിൽ പറയും, ആരും പോകരുത്, ആരും ഇരിക്കരുത്, ആരും സഹകരിക്കരുത്. എന്തേ? കേട്ടാൽ ജനങ്ങൾ മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കിയാണ് അബൂജഹലിന്റെ കാലഘട്ടത്തിൽ അതാ വിശുദ്ധ ഖുർആനിന്റെ ശ്രോതാക്കളായ മുസ്ലിമീങ്ങളായ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖുർആൻ ആയത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ വീടിന്റെ ഭാഗത്ത് തമ്പടിക്കാൻ തുടങ്ങി. കേട്ടവരൊക്കെ പറയാൻ തുടങ്ങി, മനോഹരമാണ്, നല്ല ഖുർആനിക ആശയമാണ്, ഈ ഖുർആൻ ഭയങ്കര അത്ഭുതമാണെന്ന് പറയാൻ തുടങ്ങി. അന്ന് അബൂജഹൽ എഴുന്നേറ്റ് പറഞ്ഞു, വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഒരിക്കലും ഖുർആൻ കേൾക്കാൻ പോകരുത്. അബൂജഹലിന്റെ പേടിയാണ്. സത്യത്തിന് ആർക്കാ പേടി നിങ്ങൾക്കറിയോ? ആ സത്യത്തിന്റെ ആൾക്കാർക്ക് എന്നും സത്യത്തിന് പേടിയിരിക്കും. അതുകൊണ്ട് ഒലിങ്ങനെ പേടിപ്പിച്ചു നിർത്തും. നമ്മളെ നാട്ടിലൊക്കെ രാഷ്ട്രീയമായിട്ടൊക്കെ ചിന്തിച്ചു, അസത്യത്തിന്റെ ആളുകൾക്ക് സത്യത്തിന് പേടിയായിരിക്കും. സത്യം പറയുന്നവരെ, പ്രചരിപ്പിക്കുന്നവരെ, അത് അനൗൺസ് ചെയ്യുന്നവരെ, അതിനുവേണ്ടി വാദിക്കുന്നവർ, അതുകൊണ്ട് അവരെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. സത്യം കൊണ്ട് അവർക്ക് ജയിക്കാൻ അവർക്ക് സത്യമില്ല. അബൂജഹൽ പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ കേൾക്കാൻ പോകരുത്, കേൾക്കുകയാണെങ്കിൽ തന്നെ ശബ്ദം ഉണ്ടാക്കണം, ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ അതിജയിക്കാം, നിങ്ങൾ കേട്ടുപോകരുത്. സുഹൃത്തുക്കളെ, ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മരത്തിനെ പൂജിക്കുന്ന കാലം വന്നു. അസ്ഹാബുൽ ഐക, അവരോട് ശുഐബ് നബി ചോദിച്ചു, യാ ഖൗമി ഉബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. മരത്തിനെ ആരാധിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മക്കയിൽ 300-ലേറെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ആ ചരിത്രത്തിൽ പ്രധാനികളായിരുന്ന അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖ്റാ അലകുമുദ് ദക്കറു വലഹുൽ ഉൻസാ, അവരുടെ പേര് പറയുന്നുണ്ട്. ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള പ്രമുഖരായ ഹജ്ജിനും മറ്റുമൊക്കെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന, അവിടുത്തെ പാവങ്ങളായ ആളുകൾക്ക് വെള്ളം കൊണ്ടെത്തിച്ചു കൊടുത്തിരുന്ന നല്ലവരായ മനുഷ്യരായിരുന്നു. അവരെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളും കുഫാറുകളും ഒക്കെ ആരാധിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് സഫാ കുന്നിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നിങ്ങൾ അംഗീകരിച്ചോ, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, ഇത് ഞമ്മക്കെതിരാണല്ലോ. പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവർക്ക് എന്തൊക്കെ വിശ്വാസപരമായ പാപ്പരത്വങ്ങളുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ട് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അവരോട് ചോദിക്കാൻ, ആരാ മഴ പെയ്യിപ്പിക്കുന്നത്? അള്ളയാണ്. ആരാ ലോകം നിയന്ത്രിക്കുന്നത്? അള്ളയാണ്. അവർ പറഞ്ഞിരുന്നു. അങ്ങനെ അവരെ എല്ലാത്തിനും അംഗീകരിക്കും. പക്ഷേ പ്രതിസന്ധികളും പ്രയാസം വരുമ്പോഴൊക്കെ മറ്റു പല മഖലൂക്കുകളെ, സൃഷ്ടികളെ വിളിച്ചവർ ആരാധിക്കും, പ്രാർത്ഥിക്കും.
ഇതവരുടെ പ്രശ്നമാണ്. ഈ സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ലോകത്തിന്റെ മുദബ്ബിർ അല്ലാഹയാണ്. ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? ഖുർആൻ പറയാണ്, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സർവ ആധിപത്യങ്ങളും അവന്റെ കരങ്ങളിലാണ്. അവൻ അനുഗ്രഹീതപൂർണനാണ്. എല്ലാത്തിന്റെയും ഉടമ അവനാണ്. എന്നിട്ട് 35 കൊല്ലം മുമ്പ് മരിച്ച മടവൂരിലുള്ള ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിലെ ഏത് പള്ളിയിൽ നിന്നാണ് വിമർശനമുണ്ടായത്? ഈ നാട്ടിലെ എത്ര മുസ്ലിം പ്രസ്ഥാനങ്ങളുണ്ട്? ആരാ ഇവിടെ എതിർത്തത്? ആർക്കും കുഴപ്പമില്ല. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടിയാൽ ആ മനുഷ്യൻ ഉറങ്ങി എന്ന് വിചാരിച്ചാ മതി. മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയേറ്റ് മരിച്ചയാളെ CM മടവൂര് വന്ന് 4 തട്ട് തട്ടിയിട്ട് ഒരു മുസമ്പിന്റെ കഷ്ണം അങ്ങ് കൊടുത്തപ്പോൾ എഴുന്നേറ്റ് ഡിസ്ചാർജ് ആയി പോയി. വമ്പൻ ന്യൂസാണ്. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ, ഞാൻ ജോലി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ സത്താർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് 3 ഡയാലിസിസ് ഉണ്ടത്രേ. അത് മാറ്റണം, അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പുരോഹിതൻ പറഞ്ഞു, ഇനി 3ഉം വേണ്ട, ഇനി 1ഉം വേണ്ട. ഡയാലിസിസ് വേണോ വേണ്ട എന്നുള്ളത് മൂപ്പര് തീരുമാനിക്കും. ഈ പറഞ്ഞ വ്യക്തിക്ക് സുഖമില്ലാതാഞ്ഞിട്ട് കോഴിക്കോട് ആശുപത്രിക്ക് ഓടുമായിരുന്നു. ഡയാലിസിസ് ഒന്നും ആയിട്ടില്ല, ചെറിയൊരു അസുഖം വന്നപ്പോഴത്തേന് ഓടുമായിരുന്നു കോഴിക്കോടിലെ പ്രസിദ്ധമായ ആശുപത്രിക്ക്. എന്നിട്ടും ചിന്തിക്കാത്ത മനുഷ്യർ കേട്ടില്ലേ? ത്വരീഖത്തുകാരും അനുബന്ധമായ ആളുകളും ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മക്കയിലും മദീനയിലും പോയി മരിക്കണയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചങ്ങായിമാരെ, യൂറോപ്യന്മാരാണ് നല്ല മനുഷ്യന്മാര്, ഓലൊക്കെയാണ് ഭയങ്കരന്മാര്, അറബികളൊക്കെ മോശക്കാരാണ്. ഇമാം മഹദി വന്നാല് ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും ഒരാഴ്ച കൂട്ടിണ്ടാവൂല, വേറെ ചില ആൾക്കാരാണ് അതിന്റെ പിന്നിലുണ്ടാവുക. നിങ്ങൾ കേട്ടില്ലേ? പറഞ്ഞു പറഞ്ഞ് കാട് കയറി. ഞാൻ അതാ പറഞ്ഞത്, ഖുർആനിന്റെ ദിവ്യ വെളിച്ചത്തിൽ നിന്നങ്ങ് മാറി ഓരോരുത്തരും അവനവൻ ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങൾ കയ്യിൽ പിടിച്ച് സ്വന്തമായി ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി സ്വന്തം ആശയങ്ങൾ അങ്ങനെ വലിച്ചു തുടങ്ങി, അവർ കൊണ്ടു നടക്കാൻ തുടങ്ങി. ആ പിഴവിന്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ നിന്ന് പിഴച്ചുപോയി എന്ന് നമ്മൾ എങ്ങനെയാ പറയുക? 17 തവണ നമ്മൾ പ്രതിജ്ഞ ചെയ്ത വാക്കിനോട് നീതി പാലിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഈ കരാറ് എത്ര പേര് പാലിക്കുന്നുണ്ട്? എത്ര പേര് നിന്നെ മാത്രം ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞ വാക്ക് പാലിക്കുന്ന എത്ര പേരുണ്ട്? ആളുകൾക്ക് സംശയം, ഞങ്ങൾ വേറെ ആരും ആരാധിക്കണില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ നേർച്ച ചെയ്യുന്നു, വേറെ ചില ആൾക്കാരെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ബലി നടത്തുന്നു. പിന്നെ കുറെ ഖബറുകളുടെ അടുത്ത് ചെന്നുകൊണ്ട് ഞങ്ങൾ സിയാറത്ത് നടത്തുന്നു. ആ സിയാറത്തിന്റെ മറവില്ല, അവരോട് പ്രാർത്ഥിക്കുന്നു. ഒട്ടനേകം സംഭവം കിടക്കുകയാണ്. ഞങ്ങൾ ആരാധിക്കണമൊന്നുമില്ല, ഞങ്ങൾ ഇതേ ചെയ്യുന്നുള്ളൂ. സുഹൃത്തുക്കളെ, എന്താണ് അള്ളാഹുവിനുള്ള ആരാധന? ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് പ്രാർത്ഥന. പ്രാർത്ഥന ആരാധനകളുടെ മജ്ജയാണ്. എല്ലാത്തിലും അത് വരും. അങ്ങനെ ഇരിക്കെ സകല അമ്പിയാക്കന്മാരുടെയും ചരിത്രം എടുത്തു പറഞ്ഞ് 100-ലേറെ പ്രാർത്ഥന ഖുർആനിൽ പഠിപ്പിച്ചെന്നും ഈ നബിമാരൊക്കെ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സുന്നി വിട്, നിങ്ങൾ മുജാഹിദ് വിട്, നിങ്ങൾ സുബൈർ പറയുന്ന എന്റെ വാക്കിനെ വിട്. ഈ ആശയത്തെ നിങ്ങളൊന്ന് ചിന്തിക്ക്. വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഒരു വരിയിൽ ഒരു ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടോ? നോക്ക്. 1. 100 കണക്കിന് പ്രാർത്ഥനകൾക്കിടയിൽ ഒരു പ്രാർത്ഥന ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടൊരു പ്രാർത്ഥനയുണ്ടോ? കാണൂല.
അല്ലാഹുമ്മ റബ്ബി റബ്ബുന എന്നല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ചുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കാണൂല. എന്ന് മാത്രവുമല്ല, സകല പ്രവാചകന്മാരും പഠിപ്പിച്ചു കൊടുത്ത് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആദം നബി അലൈഹിസ്സലാം തന്റെ ദുഃഖാർത്ഥമായ പ്രയാസകരമായ തൗബയുടെ വേളയിൽ റബ്ബനാ വലംനാ അൻഫുസനാ എന്ന പ്രാർത്ഥന. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗം ബാധിച്ചു, 18 കൊല്ലം എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ്. ശരീരത്തിൽ നിന്ന് വ്രണം പൊട്ടിയൊലിച്ചു. സഹോദരിമാര് ശ്രദ്ധിക്കുക, ഭർത്താക്കന്മാര് ശ്രദ്ധിക്കുക. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ഭാര്യ ഇട്ടെറിഞ്ഞോടിയില്ല, കണ്ടവന്റെ കൂടെ സുഖം തേടി ഇറങ്ങി ഓടിയില്ല, മക്കളെ വിട്ടുകൊണ്ട് കാമുകന്റെ പിന്നാലെ ഇറങ്ങി ഓടിയില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഒരാൾ ഒറ്റക്ക് നിന്നുകൊണ്ട് നാട്ടുകാരൊക്കെ ബഹിഷ്കരിച്ച കൂടെ ചങ്ക് പോലെ ഉറച്ചു നിന്ന് അവസാനം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോ തന്റെ തലയിലെ മുടിയെടുത്ത് മുറിച്ച് മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ് അതിന്റെ പൈസ കൊണ്ട് സ്വന്തം ഭർത്താവിനെ ചികിത്സിച്ചൊരു ഭാര്യയുണ്ടായിരുന്നു. ആ രംഗം കണ്ടിട്ടാണ് അയ്യൂബ് നബി പ്രാർത്ഥിച്ചത്, അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബിന് മുമ്പ് നബില്ലേ യൂനുസ് നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ചോ? ഇല്ല. ആദം നബി അലൈഹിസ്സലാമിനെ തവസ്സുലാക്കിയിട്ട് പ്രാർത്ഥിച്ചോ? ഇല്ല. ഏതെങ്കിലും മഖാമുകൾ ദർഗകളിൽ ചെന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പൂജ നടത്തിയോ? ഇല്ല. ഇതന്നല്ലേ ഖുർആനല്ലേ നമ്മുടെ മുമ്പിലെ തെളിവ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കുടുങ്ങിയ സംഭവം, അന്ന് രാത്രിയായിരുന്നു, രാത്രിന്റെ ഇരുട്ടുണ്ടായിരുന്നു, വലിയൊരു മത്സ്യത്തിന്റെ വായ്ക്കകത്തായിരുന്നു. ഈ 3 ഇരുട്ടിന്റെ ഉള്ളിൽ ആഴമേറിയ കടലിന്റെയും മത്സ്യത്തിന്റെയും രാത്രിയുടെയും ഇരുട്ടിന്റെ ഉള്ളിൽ കുടുങ്ങി. എന്താ ചെയ്യാ? മങ്കൂസ് മൗലൂദോ ഏതെങ്കിലും ഏലസോ ചരടോ നമ്മൾ രക്ഷിക്കോ? അന്ന് അവിടെ വെച്ചുകൊണ്ട് വിളിക്കാൻ കടലമ്മയെ വിളിച്ചില്ല, ഭാഗ്യദേവതയെ വിളിച്ചില്ല, സൂര്യനെ നോക്കി വിളിച്ചില്ല. മനുഷ്യനേക്കാൾ എന്ത് പവറുള്ളവനാണ് സൂര്യൻ എന്നുള്ള സൂര്യനെ വിളിച്ച് സങ്കടം പറഞ്ഞു? ഇല്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. ഒരു പ്രയാസം വന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുന്ന ഘട്ടം വന്നാൽ പ്രാർത്ഥിക്കാം. പഠിച്ചു വെച്ചോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സൂറത്ത് യൂനുസിലുണ്ട്. മക്കളെ കാണാതെ വിഷമിച്ചു. ഈ സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക, മേലും താഴേക്ക് കുട്ടികളുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞു പോകും, 1 മണിക്കൂർ നമ്മളെ കുട്ടിനെ കാണാനല്ല. ഒന്ന് ആലോചിക്കും, അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ ആലോചിക്കും. നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടും, നമ്മുടെ ക്ഷമ പരീക്ഷിക്കപ്പെടും, നമ്മുടെ സ്വഭാവം പരീക്ഷിക്കപ്പെടും. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുന്നാര മോന് യൂസുഫ് നബിനെ കാണാതെ അവസാന കാലം എത്തിയപ്പോ തെരഞ്ഞു പിടിക്കുന്നതിന്റെ ഇടയിൽ ബെന്യാമീനും കാണാതെ സങ്കടം സഹിക്കവയ്യാതെയായി. ഒരിക്കൽ പോലും യാക്കൂബ് നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മഖ്ബറ തേടി നടന്നുവോ? ഓൾക്കൊന്നുമില്ലാത്തൊരു വിശ്വാസം എവിടുന്ന ഞമ്മക്ക് വന്നു? ഏതെങ്കിലും ഒരു മഖ്ബറയിലോ മറ്റെവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും വെള്ളം വേങ്ങി കുടിച്ചിട്ടുണ്ടോ? ആ നിലക്കുള്ള നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ വെള്ളം, തുപ്പിയ വെള്ളം വരെ കുടിക്കുന്ന കാലഘട്ടം. എത്ര സംഭവങ്ങളെന്നറിയോ? പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നാട്ടുകാർ പറയും, രാവിലെ മുതൽ വൈകുന്നേരം വരെ കന്നാസം പിടിച്ചു വരികയാണ്. എന്തിനാ? രോഗം മാറാനുള്ള വെള്ളമുണ്ട്, മൂപ്പര് തുപ്പിയ വെള്ളമാണ്. ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവസാന ശ്വാസത്തിൽ സംസം കൊടുക്കുന്ന പോലെ ചിലർ തുപ്പിയ വെള്ളം കൊടുക്കുന്ന നാടാണ് കേരളം. ഒന്ന് യാത്ര പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. യാക്കൂബ് നബി അലൈഹിസ്സലാം ഈ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറം മാറുന്ന കരച്ചിൽ വേദനകൾ ഉണ്ടായി. സങ്കടത്തിന്റെ തീക്ഷ്ണമായ അവസ്ഥ കടന്നു വന്നു. പക്ഷേ പറഞ്ഞ വാക്കിതാണ്, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എൻ്റെ ആവലാതി, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ ഇതാ അല്ലാഹുവിലേക്ക് ഞാൻ നീട്ടുകയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ മുതൽ രാത്രി വരെ കിടക്കുന്നത് വരെ ഉറങ്ങി എണീറ്റാൽ, ഉറക്കത്തിനിടയിൽ എണീറ്റാൽ, സദസ്സിലിരിക്കുമ്പോൾ, രോഗിനെ സന്ദർശിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്കുള്ള എല്ലാ ദുആകളും പഠിപ്പിച്ചു. അല്ലാഹുമ്മ റബ്ബനാ റബ്ബി. ഞാരെ വേണ്ടേ? ബദരീങ്ങളും പ്രാർത്ഥിച്ചു. നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോകുമ്പോ ബുദ്ധിമുട്ടിലായി. ഞങ്ങൾ കടലിലൂടെ പോവായിരുന്നു. കപ്പലിൽ കയറി യാത്ര പോകുന്നതിന്റെ ഇടയിൽ കാറ്റും കോളിലും പെട്ട് ഞങ്ങൾ കുടുങ്ങിയപ്പോൾ, ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരാ ഉള്ളത് ചോദിച്ചുത്രേ. അങ്ങനെ കടലിൽ പ്രാർത്ഥിച്ചപ്പോ കടൽ ശാന്തമായി കൊടുത്തു. എന്താ മനസ്സിലാക്കേണ്ടത്? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാൽ അപകട രക്ഷപ്പെടും. ആരെ പഠിപ്പിക്കുന്നത്? വലിയ വലിയ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ ഇസ്തിഗാസ. പണ്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നോളജ് സിറ്റി ഉണ്ട്. താമരശ്ശേരി ചുരത്തുമെന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ കാണും നിങ്ങൾക്ക്. നോളജ് സിറ്റി ഇങ്ങനെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്പർ കിട്ടിയില്ല. പഞ്ചായത്ത് പോയ നമ്പർ കിട്ടണില്ല. ഞാൻ കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ നമ്പർ കിട്ടാതെ കുറെ ഇടങ്ങറായപ്പോ അവസാനം കാന്തപുരം ഉസ്താദിന്റെ മകൻ, ഞാൻ പേര് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഉസ്താദിന്റെ മകൻ പറയാണ്, നമ്പർ കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നമ്പർ കിട്ടി. എന്താ നാട്ടുകാർ പഠിക്കേണ്ടത്? ഇതിനൊക്കെ നമ്മൾ ബദരീങ്ങളോട് പ്രാർത്ഥിക്കണം. ഇനി ശരി, ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ബദരീങ്ങൾ അവരുടെ പ്രയാസങ്ങളിൽ ആരോടാ പ്രാർത്ഥിച്ചത്? ഹിജറ 2-ാം വർഷത്തിൽ, ഹിജറ 2-ാം വർഷത്തിന് മുമ്പ് എത്രയോ കൊല്ലം മുമ്പ് മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചവരുണ്ട് കേട്ടോ. ആ ഹിജറ 2-ാം വർഷത്തിൽ റമദാൻ 17 യുദ്ധം നടന്ന് ബദറിൽ പങ്കെടുത്ത 300-ലധികം വരുന്ന സഹാബത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രഖ്യാപിച്ചു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല. വേറെ കാര്യം വരുമ്പോ വേറെ ആളോട് പ്രാർത്ഥിക്കുക, വേറെ ആവശ്യം വരുമ്പോ വേറെ ആളോട് പ്രാർത്ഥിക്കുക, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹിനോട് മാത്രമേ ഉള്ളൂ. ഇനി ബദറിന്റെ സമയത്ത് ആരോടാ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇത് സൂറത്തുൽ അൻഫാൽ പഠിച്ചാൽ കിട്ടും. ആ ബദറിന്റെ ചരിത്രം പറയുന്ന സൂറത്താണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ. ഈ അറബിയിലുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതെന്തോ വേറെന്തോ സാധനം. അല്ലാഹുവിനോട് സഹായം ചോദിച്ചപ്പോൾ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിച്ചപ്പോൾ, ഫസ്തജാബ ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി, അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് ബദറിൽ നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഉഹദിൽ എന്താ പറഞ്ഞത്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഇനി ഔലിയാക്കന്മാർ ആരോടാ പ്രാർത്ഥിച്ചത്? ഒറിജിനൽ ഔലിയാക്കന്മാർ ഖുർആനിൽ പറഞ്ഞു, അസ്ഹാബുൽ കഹ്ഫ്. വെള്ളിയാഴ്ച ഓതുന്നില്ലേ? 309 കൊല്ലം കിടത്തി ഉറക്കിയ കറാമത്ത് കാണിച്ച് തെളിയിച്ച അസ്ഹാബുൽ കഹ്ഫ് ഗുഹന്റെ മുമ്പിൽ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോ ഏതെങ്കിലും ഒരു നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. അതും അല്ലാഹുവിനോട്. ഇനി ബീവിമാരെ പ്രാർത്ഥന വേണോ? മറിയം ബീവിന്റെ പ്രാർത്ഥന വായിച്ചു നോക്കി. അല്ലാഹുവിനോട്. സൂറത്തു മറിയം ബീവി പ്രഗ്നന്റ് ആയ സമയത്ത് കുഞ്ഞിനെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒക്കെ അല്ലാഹുവിനോട് കാവല് ചോദിച്ചു. എന്നൊക്കെ പറഞ്ഞ ഒട്ടനേകം സംഭവം കാണാം. അള്ളാഹിനോട് കാവല് ചോദിച്ചു. എല്ലാമുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? ഈ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ നാട്ടിലേക്ക് കുത്തിയിറക്കപ്പെട്ട പല സാധനങ്ങളുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ഹദ്ദാദ്, റാത്തീബ് പോലെയുള്ളത്. പേരിന് കുറച്ച് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ഒക്കെ ഉണ്ടാകും. ബാക്കിയൊക്കെ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയതാണ്. അതാരുണ്ടാക്കിയതാണ്? ഹിജ്റ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മാക്സിമം 800 കൊല്ലം പഴക്കമുള്ളതാണ് ഹദ്ദാദ്. ബാലവി അൽ മാലിക്കി അൽ ഹദ്ദാദി ഉണ്ടാക്കിയതാ, ഒരു സ്വഹാബി ഉണ്ടാക്കിയതല്ല. മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞൊന്നുമല്ല.
നിങ്ങൾ ഏതിന്റെയും വർഷം നോക്കിയാൽ മതി, അത് പുതിയതാണ്, പുത്തനാണ്. പഴയത് ഞമ്മക്ക് വേണ്ടി, ഞമ്മക്ക് 1400 കൊല്ലം പഴക്കമുള്ള ഖുർആനാ വേണ്ട. മുഹയ്യദ്ദീൻമാലന്റെ പഴക്കെത്രയാ? മുഹയ്യദ്ദീൻമാലയുടെ വാർഷികം കഴിഞ്ഞു, 400 കൊല്ലായിട്ടുള്ളൂ. 400 കൊല്ലായിട്ടുള്ളൂ. മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാലങ്ങൾ എത്രയോ കഴിഞ്ഞിട്ട് ആ പറഞ്ഞ മുഹയ്യദ്ദീൻമാല ഉണ്ടാക്കിയ മനുഷ്യൻ മുഹയ്യദ്ദീൻ ശൈഖിനെ കണ്ടിട്ടില്ല. വെറുതെ ഇതുണ്ടാക്കിയാണ്. കൂടെ ജീവിച്ച പരിചയം ഉണ്ടെങ്കിൽ പറയായിരുന്നു, അതുപോലുമില്ല. കുത്തുബിയ്യത്ത് ഉണ്ടാക്കിയത് 300 കൊല്ലായിട്ടുള്ളൂ. കായൽ പട്ടണത്തുകാരനാണ്. സ്വദഖത്തുല്ലാഹിൽ തമിഴ്നാട്ടുകാരുണ്ടാക്കിയതാണ്, നിങ്ങളുടെ സമീപ പ്രദേശത്തുകാരുണ്ടാക്കിയതാ. ഏത് വേണമെങ്കിലും എണ്ണിക്കോ നിങ്ങൾ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിനാഘോഷം എന്ന വ്യാജ സ്നേഹത്തിന്റെ, കപട സ്നേഹത്തിന്റെ ഒരുപാട് വേണ്ടാത്ത പേക്കൂത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ? സംഗീതത്തിന്റെ അകമ്പടിയോടെ മദ്ഹ് പാടിക്കൊണ്ടിരിക്കുക. അതിനെ എതിർത്തുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് സിംസാറുൽ ഹഖ് ഹുദവിയെ പോലെയുള്ള പണ്ഡിതന്മാർ രംഗത്ത് വന്നു. ഈ സ്നേഹം ശരിയാകൂല. എന്ത്? ഇത് പ്രവാചക സ്നേഹമല്ല. യാത്രയിലുടനീളം സ്ത്രീകളുടെ നീണ്ട നിര, അങ്ങാടിയിൽ പുരുഷന്മാരും സ്ത്രീകളും കൂടെ റാലി. പേരോട് സ്ഥാതി എഴുന്നേറ്റ് പറഞ്ഞു, ഇത് ശരിയാകൂല. നിങ്ങളിങ്ങനെ ഓരോന്ന് പറയണ്ട, അത് മൊത്തത്തിൽ ശരിയാവൂല. എന്താ ശരിയാവാത്തത്? അത് ഇപ്പൊ അടുത്തുണ്ടായതാണ്. അതിന്റെ പഴക്കം മാക്സിമം 800 കൊല്ലം. നോക്കൂ നിങ്ങൾ, നമ്മൾ പള്ളി കയറുമ്പോ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതി. എത്ര കൊല്ലം പഴക്കണ്ടെന്ന് അറിയോ? 1400 കൊല്ലം പഴക്കണ്ട്. അത് ദീനാണ്, അത് സുന്നത്താണ്, അത് ഇസ്ലാം. അതിലേക്ക് ജോയിന്റ് ആവാത്ത ഒരു നിസ്കാരം, ഒരു ദിക്ർ, ഒരു പ്രാർത്ഥന നമ്മുടെ വക ഉണ്ടാക്കാൻ ഒരു വഴിയില്ല. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ 2 റക്അത്ത് നമസ്കരിക്കുന്ന സുബ്ഹി നിങ്ങൾ നാളെ പോയിട്ട് 3 ആക്കാൻ തീരുമാനിച്ചു. ഖത്തീബിന്റെ അടുത്ത് ചെന്നു, നമുക്ക് നിസ്കാരം ഒന്ന് ഉഷാറാക്കണം, 1 റക്അത്ത് കൂടെ കിട്ടിയാൽ ഏതായിരുന്നാലും ഉറക്കമൊഴിച്ച് നടന്നു വരില്ലേ, നമുക്കൊരു 3 റക്അത്ത് ആക്കിയാൽ ഒരു ഫാത്തിഹ എക്സ്ട്രാ കിട്ടും, 2 റുക്കൂഅ് കിട്ടും, 1 റുക്കൂഅ് കിട്ടും എക്സ്ട്രാ, 2 സുജൂദ് കിട്ടും. അതുകൊണ്ട് നമുക്ക് 3 ആക്കാം. ഇല്ല, ഖത്തീബ് സമ്മതിക്കൂല. ഒരു കാര്യം പറയും, അതൊന്നും നബി പഠിപ്പിച്ചിട്ടില്ല, നമുക്ക് പറ്റൂല. അതാണ് നമ്മൾ മഹല്ലിലെ പള്ളിയിൽ പോയിട്ട് പറഞ്ഞു, നമ്മൾ കുറെ കാലായല്ലോ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നു, നമുക്ക് നാളെ മുതൽ അതൊന്നും മാറ്റിയിട്ട് യാസീനാക്കിയാലോ. എന്തായിരുന്നാലും എല്ലായിടത്തും യാസീനാ, നിസ്കാരത്തിലും നമുക്ക് യാസീനാക്കിയാലോ. അത് പറ്റൂല. അതെന്താ പറ്റാത്ത? ഖുർആനിലല്ലേ? എന്താ ഖുർആനിന് മഹത്തല്ലേ? യാസീൻ എന്താ പോരിശല്ലേ? ഉണ്ട്. പക്ഷേ അത് നബി പഠിപ്പിച്ചിട്ടില്ല. അതാ 1400 കൊല്ലം മുമ്പ് ഇസ്ലാമിൽ പൂർത്തിയാക്കിയ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ വക ചേർക്കാൻ കഴിയില്ല. എന്നിട്ട് ഈ വക കിതാബുകളിലൊക്കെ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചാരാധിക്കുന്നതിന്റെ ലക്ഷണമാണ് ആ പള്ളികൾക്കകത്ത് നിന്ന് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അവനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അത് പറഞ്ഞ അതേ പള്ളിന്റെ ഉള്ളിന്ന് റബീഉൽ അവ്വൽ വന്നാൽ അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. സാധുക്കളെ, മനുഷ്യന്മാരെ, പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, നിങ്ങൾ അർത്ഥമറിയാതെ ഇത് മദ്ഹാന്ന് വിചാരിച്ചു പാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൗബ ചെയ്യണം. എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്ക് അർത്ഥം അവർ പറഞ്ഞു തരൂല, അർത്ഥം പഠിപ്പിക്കൂല. നിങ്ങൾ ശ്രദ്ധിച്ചോ, പാപങ്ങൾ പൊറുത്തു തരുന്ന നബിയേ എന്നാണ് അർത്ഥം. എന്റെ പ്രയാസം മാറ്റിത്തരുന്ന നബിയേ എന്നാണ് അർത്ഥം. ارتكبت على الخطا غير حسن بعدك لك اشكو فيه يا سيدي خير النبي. പള്ളിന്റെ ഉള്ളിൽ നിന്ന് മദ്ഹ എന്ന് പറഞ്ഞ് കേൾക്കുക, നബിയേ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്, അങ്ങയോട് വന്ന് എന്റെ സങ്കടങ്ങൾ പറയുകയാണ്. 1400 കൊല്ലം മുമ്പ് മദീനയുടെ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു പോയ പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഈ മരണപ്പെട്ട പ്രവാചകരോട് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ വിധി എന്താണ്? അതും കഴിഞ്ഞ് അതിരുവിട്ട് ക്രിസ്ത്യാനികൾ പറഞ്ഞല്ലോ,
ഈസാ നബി ദൈവത്തിന്റെ പുത്രനാണ്. അതേപോലെ നമ്മുടെ പള്ളി എന്ന് പറയാണ് അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ ഹസൻതു ദന്നി യാ ബശീറു യാ നദീറു. എന്താ അർത്ഥം വായിച്ചോ? അബ്ദുക്കൽ മിസ്കീനു യർജു, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. അള്ളാന്റെ അടിമയല്ല നബിയേ, അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, എനിക്ക് പുറത്തു തരണം നബിയേ. ഇതെന്താ മദ്ഹാണെന്ന് പറഞ്ഞിട്ടാ പാടുന്നത്. ഇതിനാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, ഇതിനാണ് ചീരനുണ്ടാക്കി കൊടുക്കുന്നത്, ഇത് പാടാനാണ് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. റബീഉൽ അവ്വൽ കഴിഞ്ഞാ പിന്നെ അടുത്ത് വരാൻ പോണത് റബീഉൽ ആഖിറിലാണ്. അവിടെയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ സകല കള്ളക്കഥകളും എഴുതിയുണ്ടാക്കി നല്ലൊരു മനുഷ്യൻ, മഹാപണ്ഡിതനാണ്. ആ മനുഷ്യൻ ചിന്തിക്കാത്ത, പറയാത്ത, ഒരിക്കലും ജനങ്ങളെ പഠിപ്പിക്കാത്ത, പിൽക്കാലത്ത് കള്ളക്കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ പുസ്തകമെടുത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് മുഖ്തുബിയത്തിലുള്ളത്, അതാണ് മുഹിയുദ്ദീൻ മാലയിലുള്ളത്. റമദാൻ വന്നാൽ റമദാനിന്റെ 17 പോലും ബദരീങ്ങളെ ഒരുപാട് ബദരീങ്ങളെ ബറകത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. എന്നിട്ട് നല്ലൊരു കുട്ടൻ ബിരിയാണി അറുത്ത് നല്ല ഉഷാറാക്കി, അന്ന് ഇത്തികാഫും വേണ്ട, തറാബിയും വേണ്ട, ഇത് തിന്ന് കിടക്കുക. എന്റെ സുഹൃത്തുക്കളെ, എല്ലാം കഴിക്കലാണ്. മൗലൂദ് കഴിക്കലാണ്, നേർച്ച കഴിക്കലാണ്, എല്ലാത്തിലും കഴിക്കല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒന്ന് പഠിക്കാൻ ഇനിയും സന്നദ്ധരാണല്ലോ. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ ഞങ്ങളെ ദേഷ്യം പിടിക്കുന്നതെങ്കിൽ, ഇത് പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങളെ മഹലിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ, ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു നാട് മുഴുവൻ ഞങ്ങളെ ഒറ്റക്കായി ബഹിഷ്കരിക്കുന്നതെങ്കിൽ, അസ്തഗ്ഫിറുല്ലാ, പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾ വിനയാന്വിതരായി സഹിക്കാൻ സന്നദ്ധരാണ്. വേറൊന്നും നമുക്ക് പറയാനില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നു, വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായി മാറണം. 2, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ശബ്ദം അവസാനം വരെ കേൾക്കണം എന്ന് പറഞ്ഞതിനു വേണ്ടിയാ. രണ്ടാമത്തെയും അവസാനത്തെയുമായ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. സലാഹി അത് സംസാരിച്ചു. നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും എന്താ ചെയ്യുന്നത്? അത് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് ബാപ്പക്കാരനോമാരായിട്ട് അങ്ങനെ ചെയ്തതല്ലേ, പിന്നെ എന്താ കുഴപ്പം? പിന്നെ ഭൂരിഭാഗം ആളുകൾ ചെയ്യണ്ടല്ലോ, പിന്നെ എന്റെ വാപ്പിമ്മയ്ക്ക് അതെന്നോ ചെയ്യണ്ടല്ലോ, പിന്നെന്താ? ഇതൊന്നുമല്ല മാനദണ്ഡം. ശരിക്കെന്താ ഇസ്ലാമിലെ മാനദണ്ഡം? അള്ളാന്റെ ഖുർആനും നബിന്റെ സുന്നത്തും പിൻപറ്റലാണ് മാനദണ്ഡം. എന്താ കാരണം അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹജ്ജാണ് ചെയ്തത്. ആ ഹജ്ജ് ചരിത്രമായി അല്ലേ? ആട്ടിപ്പുറത്താക്കിയ മക്കയിലേക്ക് 1,00,000-ലേറെ ആളുകളെയും കൊണ്ട് തിരിച്ചു വന്ന ഹജ്ജ്. എന്നിട്ട് അവിടെ വെച്ച് അറഫാ കുന്നിന്റെ മുകളിൽ പ്രൗഢഗംഭീരമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം. ഖേദം തോന്നി നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോണ മനുഷ്യന്മാര് ദർഗയിൽ പോയി മുത്തം കൊടുത്ത് ജാറം മൂടി പൈസ ഇട്ടിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറയാൻ 7 ലക്ഷം മുടക്കിയവരെ നിങ്ങൾ നഷ്ടത്തിലാണ്. നിങ്ങൾ ഇവിടെ ജാറത്തിൽ മക്കാമിൽ തവക്കുലാക്കിയിട്ടാണ് അള്ളാന്റെ അടുത്തേക്ക് പോണത്. നല്ലോണം ചിന്തിച്ചു. എത്രയോ തവണ, ഏകദേശം അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 10 വർഷത്തോളം ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന യാത്രയിൽ ഞാൻ നിരവധി സമയത്ത് ഞാൻ നിരീക്ഷിച്ചൊരു പാഠമുണ്ട്. അവിടെ അസ്ഹാബുൽ ബദറിന്റെ ഖബറുണ്ട്. അസ്ഹാബുൽ ബദരീങ്ങളുടെ ദർഗകളില്ല. അവരുടെ ഖബറിന്റെ പുറത്ത് പേരെഴുതി ഒട്ടിച്ചിട്ടില്ല. അസ്ഹാബുൽ ബദരീങ്ങളുടെ ഖബറിന്റെ മേൽ ഒരു കുരുടീസി എഴുതി ഒട്ടിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ എല്ലാവർക്കും ഉഹ്ദീങ്ങളുടെ ഖബർ കാണാൻ പറ്റും. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണാൻ പറ്റും. നോക്കി നിങ്ങൾ സങ്കടത്തോടെ കണ്ണീരൊലിപ്പിച്ചവിടുന്ന് പോരും. ആ കല്ലിൽ ഒരു ചാക്ക് സിമന്റ് ഇട്ടിട്ടില്ല. പൈസ അല്ലേ? സൗദി ഗവൺമെന്റിന്റെ അടുത്ത് പൈസ അല്ലേ?
അവിടെ വർഷം തോറും ആണ്ടില്ല, ചന്ദനക്കുടമില്ല, പൂസമർപ്പണമില്ല, അവിടെ യാതൊരു ഉറൂസുകളുമില്ല. അവരെക്കാൾ വലിയ മഹാന്മാരാണോ നമ്മുടെ നാട്ടില്? ആരാ നമ്മുടെ നാട്ടില്? ഉരുമ്പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. മുനമ്പത്ത് ബീവി ഫേമസ് ആണ്. എന്താ ഫേമസ് ആകാനുള്ള കാരണം? ഊരും പേരറിയില്ല, പേരറിയൂല. ഭയങ്കര സിയാറത്ത് ടൂറാണ്. എവിടുക്കാ? ഊരും പേരറിയില്ല, സ്ഥലം അറിയില്ല, പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ഭയങ്കര ഫേമസ് ആണ്. ഇനി എന്ത് ഫേമസ്? ഓരോ ജില്ലയിൽ നമ്മൾ ഓരോ പ്രദേശങ്ങളിൽ ഇങ്ങനെ പോകുമ്പോഴാണ്. മലപ്പുറം ജില്ലയിൽ ചെന്നാൽ എപ്പോഴും കേൾക്കുന്ന ചരിത്രം, അവിടുത്തെ വലിയ സുപ്രസിദ്ധമായ ഒരു വലിയങ്ങാടി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു സാധാ മനുഷ്യൻ, അയാൾ മരിച്ചപ്പോൾ 2 ഖബറാണ്. നിങ്ങൾ ഏതെങ്കിലും സഹാബിക്ക്, ഏതെങ്കിലും നബിക്ക് ഒറിജിനലി 2 ഖബറില്ല. നമ്മളെ നാട്ടിൽ എത്തുമ്പോ ഖബറാണ് ജീവിത വരുമാന മാർഗം. ഖബറുകൊണ്ടാണ് പള്ളി പെയിന്റ് അടിക്കുന്നത്, ഖബറിന്റെ വരുമാനം കൊണ്ടാണ് മദ്രസ നടത്തുന്നത്, ജാറത്തിന്റെ പൈസ കൊണ്ടാണ് ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നത്. ഒന്ന് ആലോചിക്കണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ മുമ്പ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാലക്കാടിന്റെ ഈ മൂലയിൽ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയണം, ഒറ്റ സുന്നി മുജാഹിദ് നിങ്ങൾ തൽക്കാലം മറക്കി ഈ ദലീലിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു വസിയത്ത് പറഞ്ഞു. അതെങ്കിലും പാലിച്ചു. ബാക്കി ആയിരക്കണക്കിന് മെസ്സേജ് ഉണ്ട്, വേണ്ട. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു വസിയത്ത് പറഞ്ഞു. അത് പാലിക്കാൻ നമ്മുടെ മഹല്ലുകാർ തയ്യാറാണോ? ഏതാ വസിയത്ത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് കിട്ടിയിരിക്കുന്നു. കാരണം അവരുടെ അമ്പിയാക്കന്മാര് മരിച്ചാൽ അവർ ഖബറിടങ്ങളെ മസാജിദുകളാക്കി, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. അമ്പിയാക്കന്മാരെ ഖബർ ആരാധിച്ചതിന്റെ പേരിൽ ലഅനത്ത് കിട്ടി. നമ്മളെ നാട്ടിൽ അമ്പിയാക്കന്മാരെല്ലാം ആരാധിക്കണത്. കാഞ്ഞങ്ങാട് പ്രസിദ്ധമായൊരു ജാറുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഈ അടുത്ത് ഫാമിലി കോൺഫറൻസ് നടന്ന സ്ഥലമാണ് കാഞ്ഞങ്ങാട്. വമ്പൻ സിറ്റിയാണ്. അവിടെ 4 ദിവസം നീളുന്ന ഉറൂസാണ്. ആരാണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോ ആളെ പേര് പോലുമില്ല. വലിയ ഖബറാണ്, 2 പെട്ടിയാണ്. ജാറമുണ്ടോ? പെട്ടിയുണ്ട്. സയാമി സെരറ്റകളാണ്, വിടൂല. ജാറുണ്ടോ? പെട്ടി, പെട്ടിണ്ടോ? ജാറ. വരുമാനാണ്, പൈസയാണ്, കോടികൾക്കാണ് ജാറം വരുമാനം. ലേലം തിരുവനന്തപുരത്ത് ഭീമാപള്ളിന്റെ ഉമ്മച്ചിന്റെ ഖബർ ലേലം ചെയ്തു. ഖബർ ലേലം, തേക്ക് ലേലം ചെയ്യാന്ന് കേട്ടില്ലേ? ഖബർ ലേലം ചെയ്തു 9 കോടിക്ക് 10 കോടിക്ക് ലേലം ചെയ്യാ. വമ്പൻ വരുമാനാണ്. കാഞ്ഞങ്ങാട് ഖബറിന്റെ ചരിത്രം ചോദിച്ചപ്പോ പറയാണ്, ആളെ പേരൊന്നും ചോദിക്കരുത്, പേര് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ഖബറിലേക്കുള്ള 2 അവയവ കിട്ടിയത്. കടലിൽ നിന്ന് 2 അവയവം, ഒരു തല, ഒരു കാൽമുട്ട്, 2 കൂടി ഖബറടക്കി ഒരു പേരിട്ടു, മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. പേരില്ലെങ്കിൽ പൈസ കിട്ടൂല. നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കി, ഓമാനൂർ ശുഹദാക്കളുടെ പേര് പറഞ്ഞിട്ട് ആരാണ് അവർ എന്ന് ചരിത്രം പറഞ്ഞു തരും. ശുഹദാക്കന്മാരെ കുറ്റം പറയില്ല, ഒറിജിനൽ ശുഹദാക്കന്മാര് ലോക ചരിത്രത്തിൽ ഒരുപാടുണ്ട്. എന്നിട്ട് ഈ രൂപത്തിൽ ജനങ്ങളെ പിഴിയുകയാണ്, കോടികൾ ആസ്തി ഉണ്ടാക്കുന്ന, വരുമാനങ്ങൾ ഉണ്ടാക്കുക. നബി തങ്ങൾ പറയാണ് ലഅനത്തുണ്ടാകുന്നു. ഇനി കേൾക്ക്, നബി തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. എന്റെ ഖബറിനെ ഒരു ആരാധനയുടെ, ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റല്ലേ അല്ലാ. ഇന്ന് വരെ അവിടെ നടന്നിട്ടുള്ളൊരു പടക്കം പൊട്ടിക്കല്. നമ്മളെ ഖബറിന്റെ അവസ്ഥ എന്താ? ആനവരവ്, പെട്ടിവരവ്, പിന്നെ കരിമരുന്ന് പ്രയോഗം, ഗാനമേള, എല്ലാ ശിങ്കാരിമേളം എല്ലാം ഉണ്ട്. എന്താണ്? ഉറൂസ്. ഉറൂസ്, സാഹികെട്ട്. നാട്ടുകാര് പരാതി പറഞ്ഞിട്ട് അവസാനം പേര് മാറ്റി ദേശീയോത്സവം. ചടങ്ങൊക്കെ ഒന്ന് തന്നെ. ഇപ്പൊ പട്ടാമ്പി നേർച്ചല്ല, ഇപ്പൊ പട്ടാമ്പി ദേശീയോത്സവമാണ്.
നിങ്ങൾ എന്ത് മാറ്റി, കുപ്പായം മാറ്റി പാൻറ് ഇട്ടാലും പാൻറ് ഇട്ട് കുപ്പായം ഇട്ടാലും ഇത് നിങ്ങൾ തുടങ്ങിയതാണ്, നിങ്ങളാണ് ഇതിന്റെ പിന്നിൽ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്വന്തത്തോട് ചോദിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പാലിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ വാക്കിനെ ധിക്കരിക്കാൻ കഴിയുക? അടുത്ത പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. അങ്ങനെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറ്റുമായിരുന്നുവെങ്കിൽ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ക്വാളിഫിക്കേഷൻ ഉള്ള ആരാളുള്ളത്? പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഈ പാലക്കാടിന്റെ ഈ പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി നടപ്പിലാക്കി, നബി സമ്മതിച്ച, നബി അംഗീകരിച്ച, നബി തങ്ങൾ മാതൃകയാക്കി പഠിപ്പിച്ച, മരിക്കണതിന്റെ മുമ്പ് ചെയ്തു വെച്ച, പഠിപ്പിച്ച, പൂർത്തിയാക്കിയ മതാണ് സുന്നത്ത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ബോക്സിൽ സംസാരിക്കണ്ടല്ലോ, നബി മൈക്കിൽ സംസാരിച്ചിക്കണോ? നിങ്ങൾ നല്ല കാറിലാണല്ലോ വന്ന്, നബി കാറിൽ വന്നിക്കണോ? നിങ്ങളെ കൈമ വാച്ച് ഉണ്ടല്ലോ, നബി വാച്ച് കെട്ടിക്കണോ? ചങ്ങാതി, ഇതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ്. അത് നമുക്ക് റോഡ് വേണോ, നമുക്ക് ബൈപ്പാസ് വേണോ, നമുക്ക് ചെറിയ റോഡ് വേണോ, അതൊക്കെ ദുനിയാവിന്റെ വിഷയമാണ്. ഞാൻ സ്വന്തമായി ഒരു ദിക്ർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോദിക്കണം, ആര് പറഞ്ഞു നിങ്ങളോട് ഉണ്ടാക്കാൻ? ഞാൻ സ്വന്തമായിട്ടൊരു നിസ്കാരം ആരംഭിച്ചു, ചോദ്യം ചെയ്യണം, ഇതിന് നിങ്ങൾക്ക് എവിടെയാ മാതൃക? എന്നിട്ട് ആരെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ അവൻ പുത്തൻവാദി, അവൻ പിഴച്ചവൻ, അവനെ ബഹിഷ്കരിക്കണം എന്ന് പറയാ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 23 കൊല്ലത്തെ ജീവിതകാലം, ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്നവർ ഇത് പഠിച്ചിട്ടാ വരുന്നത്. അവിടെ നമസ്കാരം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ യുകാഫി മസീദ എന്നൊക്കെ പറഞ്ഞ് ഇമാം ഇങ്ങനെ പറയാ, മാമുമികൾക്ക് ആമീൻ പറയാ. ഒരൊറ്റൊന്നും നടക്കണില്ല. എന്തല്ലാത്ത ഇസ്ലാമിന്റെ തുടക്കം മുതൽ അത് അവിടെ ഇല്ല. അവിടെ ബിസ്മില്ലേ, ബിസ്മി ഓതുന്നുണ്ട്, നമ്മൾ കേൾക്കണില്ല. നമ്മൾ അൽഹംദുലില്ലാഹ് കേൾക്കണത്. അവിടുത്തെ പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങനെ നടക്കുന്നത്. അവിടെ സ്വലാത്ത് വാർഷികമില്ല. എന്ന് തുടങ്ങിയ സ്വലാത്താണ് അവിടെ. മദീനത്തും മക്കത്തും സ്വലാത്ത് പഠിപ്പിക്കാൻ അങ്ങോട്ട് പോണോ? അവിടെ സ്വലാത്ത് വാർഷികമില്ല, സ്വലാത്ത് പെട്ടിയില്ല, സ്വലാത്ത് പാർസൽ കച്ചവടമില്ല. ഇവിടെ എല്ലാം കച്ചവടാണ്, സ്വലാത്ത് കച്ചവടാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട അവയവങ്ങളെ വരെ കച്ചവടം ചെയ്യാൻ മുടിവെള്ളം. അത് നബിന്റെ പേരൊന്നല്ല, ജാലിയൻ വാല എന്ന ബോംബെക്കാരന്റെ മുടി കൊടുത്തിട്ട് ഈ നാട്ടിലെ മനുഷ്യന്മാരോട് പറഞ്ഞു കുടിച്ചോളിയും, ഇത് നബിന്റെ മുടിട്ട വെള്ളാണ്, ഫ്രീ ആയിട്ട് തരൂല, 25,000 ഉറുപ്പിക തരണം. എന്താ ഫ്രീ ആയിട്ട് നിങ്ങൾ തരാത്ത? നിങ്ങൾ നബിനോട് ഇത്ര സ്നേഹമുള്ള മഹാന്മാരാണെങ്കിൽ കൊടുക്കണ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൂല. 25,000 ഉറുപ്പിക എത്ര പോകുന്നൊരു കുപ്പി വെള്ളത്തിന്? കേട്ടില്ലേ? ഇപ്പോ മുടിന്ന് വാക്ക് മിണ്ടണില്ല. ഞാനും നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ, ഞാനും നിങ്ങളൊന്നും മിണ്ടാതെ നടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ ജനങ്ങളുടെ ഈമാൻ മുഴുവൻ തകർത്ത് തരിപ്പണാക്കും. പൈസയും കൊണ്ടുപോകും, ഈമാനും കൊണ്ടുപോകും. അപ്പൊ മറ്റേ പാർട്ടിക്കാർ വന്നു 25,000 വേണ്ട, അത് ഓരോ മുടിവെള്ളത്തിന് സനദില്ല, ഞങ്ങളടുത്ത് സനതുണ്ട്, ഞങ്ങളും ഫ്രീ ആയിട്ട് തരൂല മക്കളെ, ഞങ്ങൾക്കും പൈസ വേണം, 10,000 തന്നാ മതി, ഒരു ചെറിയൊരു ഡിസ്കൗണ്ട്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് തമ്മിൽ നടത്തുന്ന പരിപാടി എന്ത് നോക്കി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു നബിന്റെ പൊടി കിട്ടിയിട്ടുണ്ട്, ഒക്കെ അവർക്ക് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ അവിടെ പോയാൽ കിട്ടൂല. അവർക്ക് നബിന്റെ കാതസ്പർശമേറ്റ പാദം കൊണ്ട പൊടിന്റെ അവരെ കയ്യിൽ പ്ലേറ്റ് ഉണ്ട്, ഇതൊക്കെ കാണണോ, പൈസ എല്ലാം പരിപാടിയാണ്. നിങ്ങൾ വിടൂല. ഒരു പ്രസംഗിക്കാൻ പറയും, എല്ലാരും നിങ്ങൾ ഉമ്മാന്റെ കബറിങ് അടുത്ത് വേഗം പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാ പോരാ, നിങ്ങൾ ഉസ്താദിനെയും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഉസ്താദിന് എന്തെങ്കിലും കൊടുത്തിട്ട് പ്രാർത്ഥിക്കണം. പ്രസംഗിക്കാണ്. അപ്പൊ നമ്മൾ ഉമ്മാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഉസ്താദിന് എന്തെങ്കിലും കൊടുത്തിട്ട് ഉസ്താദിനെ കൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്കൊരു പണിയില്ല. ഒരു പ്രസംഗത്തിന് സദസ്സിൽ റമദാന്റെ മുമ്പ് ഞാൻ 2 മിനിറ്റിന്റെ പ്രസംഗം കേൾക്കുകയാണ്. ആ പ്രസംഗത്തിൽ പറയാണ്, ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഉപ്പാക്കോ ഉപ്പാക്കോ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥന കിട്ടണമെങ്കിൽ 3,333 രൂപ തന്നാൽ ഞാനിപ്പോ പ്രാർത്ഥിക്കാം. സദസ്സിലും ചോദിക്കാം. അവർ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞു, ഉസ്താദ് ഞാൻ റെഡിയാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇനി ആർക്കെങ്കിലും വേണോ? അപ്പൊ അടുത്തൊരാള് 3,333 ഞാൻ തരാം. ഉമ്മാക്കും ഉപ്പാക്കും സദസ്സിന് ഒരു പ്രാർത്ഥന കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ഇയാള് 2 മിനിറ്റിന്റെ ഉള്ളിൽ 44,000 ഉറുപ്പിക ഉണ്ടാക്കി.
ഇത് കച്ചവടമാണ്. നിങ്ങൾ ഏത് എണ്ണിക്കോ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് മങ്കൂസും ഹദ്ദാദും റാത്തീബും ചൊല്ലി ഫ്രീ ആയിട്ടൊന്നും നടക്കൂലത്. എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ നടക്കൂല എന്ന് വിചാരിക്കൂ. എന്തിനേറെ പറയുന്നു, ഹറമിലേക്ക് പോകുന്ന, അവിടെ ചെന്ന് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്നു. കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥയാണ്. 7-8 ലക്ഷം രൂപ ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ആ സ്ത്രീകൾക്ക് അവിടെ ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റൂല. എന്ത്? മുജാഹിദിന്റെ പള്ളിയാണ്, വഹാബികളാണ് ഇമാമ്. നമുക്ക് ശരിയല്ലേ, നമുക്ക് റൂമൊക്കെ പോവുക. 200-ലധികം രാജ്യക്കാർ അവിടെ വന്ന് നിസ്കരിച്ചു ഓല ഇബാദത്തായിട്ട് ഓല് പോണ്. കേരളക്കാരന്റെ ചില അവസ്ഥകൾ ദുരുപയോഗം, വഹാബിയുള്ള പള്ളിയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. എന്തൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടായെന്നറിയോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ. ശരിക്ക് നമ്മൾ ചിന്തിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സുന്നത്തുകൾ പഠിച്ച ഒരു ബുദ്ധിമുട്ടും കല്യാണത്തിലുണ്ടാവൂല, മരണത്തിലുണ്ടാവൂല. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ സമ്മതിക്കൂല. സുന്നത്ത് ലംഘിച്ചാൽ മരിക്കാനായിക്കൂല. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇവിടെ എന്താ അവസ്ഥ എനിക്കറിയില്ല. മരിച്ച് അന്ന് എല്ലാവരും കൂടെ വന്ന് യാസീനോദി മയ്യത്തിന്റെ തലക്ക് ഭാഗത്തിരുന്ന് ഇതുവരെ ഖുർആനോദാത്തോനും നിസ്കരിക്കാത്തോനും ഒക്കെ അന്ന് കുറച്ചറിയുന്ന യാസീനോദും. സമാധാനം, അതെങ്കിലും അവിടെ നടക്കട്ടെ. നിസ്കാരം നടക്കണില്ലേലും വേണ്ടില്ല. എന്നിട്ട് യാസീനോദിനത് എന്തിനാണെന്നറിയോ? മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് ഓദിക്കോ, കൂലിണ്ടെന്ന് പറയാൻ ഒരാളില്ല. എന്താ യാസീൻ പറഞ്ഞത്? ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. എന്നിട്ട് മരിച്ചിട്ട് പോയി പറയാണ് ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീത്. ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ നോക്ക് നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരു മുജാഹിദിന്റെ വീടിന്റെ മുമ്പിലെത്തിയ ഒന്നും കൂടി പടക്കം പൊട്ടിക്കണമാര് ഒന്നും കൂടി പറയും. ഇതൊരു മുദ്രാവാക്യ. നമ്മൾ ഗൾഫിൽ പോയി, എത്ര രാജ്യത്ത് പോയി, എത്ര ഡീസന്റ് ആയിട്ട് ഒരു മയ്യത്തിനടുത്ത് വേഗം ഒരു പോണതന്നെ നമ്മളറിയില്ല, അങ്ങനെ പോണു, വേഗം കൊണ്ടുപോയി മറവിയാളെ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ച് കുടുംബക്കാരും ബന്ധുക്കളൊക്കെ എല്ലാം കഴിഞ്ഞ് അവർ ഉഷാറായിട്ട് പോയിട്ട് മുദ്രാവാക്യം ഉണ്ടാവില്ല. ഇമാം നബവി പറയുന്നുണ്ട്, നിശബ്ദമായി അള്ളാനെ ഓർത്ത് മരണത്തെ ഓർത്ത് നിങ്ങൾ പോണം. അതന്നെയാണ് ശരി. ഇനി മരിച്ച് കബറിലേക്ക് ഇറക്കി വെക്കാൻ നേരത്തെ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ എല്ലാവരും ഓതാണ്. ആർക്കാ? മയ്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി. ആ മനുഷ്യൻ മരിക്കണതിന് മുമ്പ് ഓതണം. ഖബറടക്കി എല്ലാം കഴിഞ്ഞ് ഇനി മയ്യത്തിനെ കൊണ്ട് ഒരു കാര്യമില്ലാതെ വന്നാൽ മേലെ ഖബറിന്റെ മേലെ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖതീബ് പള്ളിയിൽ നിന്നൊരു വരവുണ്ട്. ഒരു 4-5 കുപ്പായും 3-4 ഷാളും ഒരു ടെക്സ്റ്റൈൽസ് വരുന്ന മാതിരി ഇങ്ങനെ വന്ന് ലെവലായിട്ട് മൂപ്പര് വന്ന് ഇരുന്ന് തലക്കും പാത്തി ഒരു ഉപദേശം ഉണ്ട്. മക്കളെ, അത് നിങ്ങൾ കേൾക്കേണ്ട ഉപദേശം അറബിയിലാണ് കേട്ടോ. മരിച്ച മയ്യത്തിനോട് എന്താ ഉപദേശം കേട്ടോ? കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ആ വെള്ളിയാഴ്ച മനുഷ്യവിടെ വന്നിരുന്നു. അപ്പൊ മുണ്ടിയിലെ മുമ്പിൽ ഇപ്പൊ മരിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞേക്ക് പറഞ്ഞു കൊടുക്കണേ, എല്ലാരും മരിക്കും മരിക്കും മരിച്ചൊക്കെ പറഞ്ഞു. നിന്റെ അടുത്ത് ഇപ്പോൾ 2 മലക്കുകൾ വരും. അടുത്ത ഉപദേശം, ഇദാ ജാഅകൽ മലകാനിൽ മുവക്കലാൻ. 2 മലക്കുകൾ നിന്റെ അടുത്ത് വരും. മൻ റബ്ബുക എന്ന് ചോദിക്കും. അപ്പൊ നീ എന്ത് പറയണം? അല്ലാഹു റബ്ബി. മൻ ഇമാമുക്കാന്ന് ചോദിക്കും. അപ്പൊ ഹനഫിനെ പറയണ്ട, ഷാഫിനെ പറയണ്ട. അപ്പൊ ഈ പറയേണ്ടത് എന്താണെന്നറിയോ? ഖുർആനു ഇമാമി. നിങ്ങൾ കേൾക്കണ്ടാവും ഇതൊക്കെ, അതിന്റെ അർത്ഥങ്ങൾ അറിയാതുണ്ടെങ്കിൽ ഇതന്നെ പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പള്ളിക്ക് വന്നില്ലെങ്കിൽ ഉണ്ടാവില്ല, പ്രശ്നമല്ല. ആ മനുഷ്യൻ ബീഡി വലിച്ചാണ്, പ്രശ്നമല്ല. കള്ളു കുടിച്ചാണ്, വിഷയമല്ല. മുജാഹിദായി പള്ളി പോയി നിസ്കരിക്കാൻ തുടങ്ങി, പള്ളി പോകാൻ തുടങ്ങി, ഞങ്ങളെ വീട്ടിൽ ആള് വരും. ശ്രദ്ധിച്ചോളി, മകം പഴച്ചു. അനുഭവമാണ് ഞാൻ പറഞ്ഞത്. 10-20 ആൾക്കാർ അനുഭവം ഞാൻ പറഞ്ഞു. പ്രസംഗിക്കാൻ വന്ന ആളെ, പ്രഭാഷകനെ അടിക്കാൻ വന്ന കമ്പിയോണ്ട് വന്നിട്ട് പ്രസംഗം ഫുള്ള് കേട്ടിട്ട്, ഉസ്താദ്മാർ എന്നോട് ഇങ്ങനൊന്നുമല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് തൗബ ചെയ്ത് നന്നായി മനുഷ്യൻ. അയാൾ ഗുണ്ടയായിരുന്നു, കൊട്ടേഷൻ സംഘമായിരുന്നു, കൊല്ലാൻ പോണ മനുഷ്യനായിരുന്നു. അയാൾ ഇന്ന് നമ്മളെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ഒരു മനുഷ്യൻ പള്ളിയിലൊന്നെങ്കിലും ആ മനുഷ്യൻ പള്ളിയിലുണ്ടാവും. അയാൾ ഉമ്മാനടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മോന് പഴച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ചാടി എഴുതി, എനിക്കൊരു പഴയ സ്വഭാവം ഉണ്ട് കേട്ടോ, നിങ്ങളത് കാണിക്കാൻ നിൽക്കരുത്, വേഗം. ഇത്രയും ദിവസം ആ മനുഷ്യൻ പള്ളിക്ക് വന്നില്ല. കലാപങ്ങളിലുണ്ടായിരുന്നു, കച്ചറയിലുണ്ട്. അന്ന് ഉപദേശിക്കാൻ ആരും വന്നില്ല.
പാൻ്റൊക്കെ പൊക്കി നല്ല താടിക്കുള്ള നല്ലൊരു മനുഷ്യനായ പള്ളിയിലൊക്കെ വന്ന് സുബഹിക്ക് ഫസ്റ്റ് വന്നിരും, ബാങ്ക് കൊടുക്കാൻ വരും. അത്രക്ക് മാഷാ അല്ലാഹ്. ഈ മനുഷ്യന്റെ വീട്ടിൽ വന്ന് പറയാൻ നിങ്ങളുടെ മകൻ പിഴച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു പക്ഷെ ഇന്ന് ഈ സംസാരം കേട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ വഴിയിൽ നിന്ന് കാത്തിരിക്കുന്നവർ പറയും, ആ ഇതൊക്കെ പോയില്ലേ, പോയിട്ട് മോനെ എൻ്റെ എല്ലാം കഴിഞ്ഞു, ഇതൊക്കെ പിഴച്ച്. ഇതിലെന്ത് പിഴവാണ് സുഹൃത്തുക്കളെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ 23 കൊല്ലം ഖുതുബ നടത്തി തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുത്തു. യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുത്തു, അവരെ സംസ്കരിച്ചെടുത്തു. പലിശ ഒഴിവാക്കി, മദ്യം ഒഴിവാക്കി, വ്യഭിചാരം ഒഴിവാക്കി, സർവ്വ തോന്നിവാസങ്ങൾ ഒഴിവാക്കിയിട്ട് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഈ സമുദായത്തിലെ ഏറ്റവും നല്ലവരെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാതൃക കാണിച്ചു തന്നു. എന്തേ? മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാരോട് അവർക്ക് തിരിയുന്ന ഭാഷയിൽ മിമ്പറിൽ വെച്ച് സംസാരിച്ച് ഉപദേശം തുടങ്ങി. പാലക്കാട് നമ്മുടെ പള്ളിയിൽ നിങ്ങൾക്ക് ആയുസ് പടച്ചോൻ തന്നു എന്ന് വിചാരിക്കുക 500 കൊല്ലം എഴുതിച്ചോ, 500 കൊല്ലം. നിങ്ങൾ ഇന്ന് പോണ അതേ ഹത്തീബിന്റെ പള്ളിയിൽ തന്നെ പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് സുന്നത്താണ് കിട്ടാൻ പോകുന്നത്? ജീവിതത്തിൽ ഏത് തിന്മയാണ് നിങ്ങൾ ഖുതുബ കേട്ട് മാറ്റാൻ പോണത്? ഏത് പുതിയ ഒരു സുന്നത്തായ പ്രാർത്ഥനയാണ് പഠിക്കുന്നത്? നിങ്ങൾക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ സലഫികളുടെ മുജാഹിദുകളുടെ പള്ളിയിൽ ഒരൊറ്റ വെള്ളിയാഴ്ച പോയാൽ മതി. ഈ ആയുസിന്റെ ഇടയ്ക്ക് കേൾക്കാത്തത് ഫുള്ള് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ ഒരൊറ്റ വെള്ളിയാഴ്ചയിൽ ഖുതുബ കേട്ടിട്ട് കമ്മിറ്റി ഭാരവാഹിത്വത്തിന്റെ മുഴുവൻ പേപ്പർ എഴുതി കൊടുത്തിട്ട് നിങ്ങൾ ഒന്നും പഠിപ്പിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നവരെ പരിചയമുണ്ട്. എന്തേ? ഒന്നും കിട്ടണില്ല. കുറെ ചീരണിയും കുറെ പൊറാട്ടയും പിന്നെ കുറെ ആണ്ടും തീറ്റല്ലാതെ ഒന്നും നടക്കണില്ല. ഇത് ഇനിയും നമ്മൾ മനസ്സിലായില്ലെങ്കിൽ, ഒരിക്കലും നമ്മൾ ശരിപ്പെടുത്തിയില്ലെങ്കിൽ, നോക്കൂ നിങ്ങൾ, നബി തങ്ങളുടെ ഹജ്ജിന്റെ വേളയിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ മരിക്കാം, അടുത്ത വർഷം നമ്മൾ കണ്ടോളുന്നില്ല. പക്ഷേ തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. 2 കാര്യം ഞാൻ ഇതാ വിട്ടേച്ച് പോവുകയാണ്, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ്, വസുന്നത റസൂലി, നബിന്റെ ചര്യ. അത് നമ്മളെ കയ്യിലുണ്ടോ? ആര് പരിഹസിച്ചാലും, ആര് എതിർത്താലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നന്മയിലാണ്. ഇതൊന്നും കേൾക്കാതെ, ഇതൊന്നും പഠിക്കാതെ പോയാൽ നമ്മൾ അനുഭവിക്കുന്നത് വലിയ നാശങ്ങളിലാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്, ഞങ്ങളടക്കമുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആവട്ടെ, മറ്റു ഇതര പ്രസ്ഥാനങ്ങളാവട്ടെ, ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പറാകാൻ വേണ്ടിയല്ല, നിങ്ങളോട് പൈസ ചോദിക്കാനല്ല, നിങ്ങളൊരു പുതിയ ബിസിനസ്സിലേക്ക് ചേർക്കാനല്ല, ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വോട്ട് ചോദിക്കാനല്ല, നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കണ്ട, നിങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കണ്ട. ഈ ആദർശം സത്യമാണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിച്ചോ, വകൂനു മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ നീ ചേർന്ന് നിന്നോ. അതിനു വേണ്ടി മാത്രമാണ്. അള്ളാഹു നമുക്കെല്ലാം അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും പാലിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരണം എങ്ങാനും മോശമായാൽ നമ്മുടെ ഖബർ ജീവിതം മോശമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല, വെറുതെയാണ്. ഖുർആൻ പഠിക്കാത്തവന് എങ്ങനെയാണ് എന്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ കഴിയുക? നബിന്റെ സുന്നത്ത് പാലിക്കാത്ത മനുഷ്യന് എന്റെ നേതാവാണ് ഇതെന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അള്ളാഹിനോട് ധിക്കാരം കാണിച്ച മനുഷ്യ, നിനക്കെങ്ങനെയാണ് അള്ളാഹു റബ്ബി എന്ന് പറയാൻ കഴിയുക? ഖബറിൽ തീരൂല. ആകാശത്തുനിന്ന് മഴ പെയ്ത് ചീരച്ചെടികൾ മുളച്ചു പൊന്തുന്ന പോലെ മനുഷ്യന്മാർ മുളച്ചു പൊന്തുന്ന ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. അഫലാ യഅലം ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. ഖബറിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഒരാളും വരില്ല. മഹല്ലുകാരുണ്ടാവില്ല, സംഘടനക്കാരുണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല,
ഒരു മനുഷ്യനില്ലാതെ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രമായി അള്ളാന്റെ മുമ്പിൽ പേടിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നമ യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. നരകം കൊണ്ടുവരും, മലക്കുകൾ വരും, അല്ലാഹ് വരും, നിന്നെ വിചാരണക്ക് വെക്കപ്പെടും. അന്ന് നീ പറയും യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ജീവിതകാലത്ത് നല്ലതെന്തെങ്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ നന്നായി എനിക്ക് നല്ല കാര്യമായി മാറിയിരുന്നേനെ. ഞാൻ കുറെ മാല പാടി, കുറെ ഹദ്ദാദ് പാടി, ഇസ്ലാമിലെ പറയേണ്ടത് പറഞ്ഞില്ല, ചൊല്ലേണ്ടത് ചൊല്ലിയില്ല, ചെയ്യേണ്ടത് ചെയ്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിലപിക്കുന്നൊരു നാളുണ്ട്. ഖുർആൻ പറയാണ്, ചില മനുഷ്യരുണ്ട്, അന്നവർ നരകത്തിന്റെ മുമ്പിലേക്ക് എത്തും. അവരോട് ചോദിക്കും, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് ഉപദേശങ്ങൾ വന്നില്ലേ? വഅലുകൾ വന്നില്ലേ? ഖുർആൻ കിട്ടിയില്ലേ? ഉപദേശങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ടായില്ലേ? കേട്ടിരുന്നു. ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. അന്ന് നൽകുന്ന ഉപദേശങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിന്റെ വിറകായി മാറൂലായിരുന്നു. ഒന്ന് കേട്ട് ഒന്ന് ചിന്തിച്ചാൽ ഈ നരകത്തിൽ ഞങ്ങൾ പെടൂലായിരുന്നു. പണ്ഡിതന്മാരാണ്, പുരോഹിതന്മാരാണ്, അവർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവരാണ്, എന്ത് ഞങ്ങൾ കൊടുക്കും. കാർ ചോദിച്ചാൽ കാറ്, വീട് വേണമെങ്കിൽ വീട്, ഞങ്ങളോട് അത്രയും സ്നേഹമുള്ളവരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നാളെ പരലോകത്ത് വന്നുകൊണ്ട് ചിലർ പറയും, എത്ര ഇന്നാ അത്അനാ സാദതനാ വകുബറാനാ. ഞങ്ങളുടെ നാട്ടിലെ സാദാത്യങ്ങൾ എന്ന് പറയുന്ന പൗരപ്രമുഖന്മാര്, കുബറാക്കന്മാര്, നേതാക്കന്മാര്, വലിയ വലിയ പ്രതിനിധികളായ ആളുകൾ ഞങ്ങളൊക്കെ ബഹുമാനിച്ച് ആദരിച്ചിരുന്നവരായിരുന്നു. അവര് ഞങ്ങളെ പഴപ്പിച്ചു റബ്ബേ. അവിടെ എത്തിയപ്പോ മനസ്സിലായി ഇവര് നമ്മളെ പറ്റിക്കായിരുന്നു. അവരൊക്കെ ഞങ്ങളെ തെറ്റിച്ചു റബ്ബേ. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണം റബ്ബേ. വൽഅൻഹും ലഅനൻ കബീറാ, അവരെ വലിയ ശാപത്തിനിരയാക്കണം റബ്ബേ. ഇവര് കാരണമാണ് ഞങ്ങൾ നരകത്തിലെത്തിയത്. വേറെ ചില ആൾക്കാർ പറയും, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന ചങ്ങാതിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നു. ഒരു കാര്യമില്ല, വിലാപങ്ങൾക്ക് കാര്യമില്ല, കരച്ചിലിന് കാര്യമില്ല, സങ്കടങ്ങൾക്ക് കാര്യമില്ല. ഹമീം എന്ന തിളച്ചുമറിയുന്ന വെള്ളത്തിലൂടെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരിൽ നിന്ന് കാവലാകാൻ ഈ സംസാരം നമുക്ക് ഉപകാരപ്രദമായി മാറട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനിയും ദീന് പഠിക്കാൻ ധാരാളം അവസരങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. വിശുദ്ധ ഖുർആൻ പഠന ക്ലാസുകൾ ആരംഭിക്കാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ QHLS സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആനിന്റെ പഠനം നിലച്ചുപോയ, റമദാൻ കൊണ്ട് അവസാനിപ്പിച്ച ഏതെങ്കിലും ശാഖകൾ പ്രദേശങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇതുപോലെ ജനങ്ങൾക്ക് ദീന് കിട്ടുന്ന സെന്ററുകൾ സമൂഹത്തിൽ ഉണ്ടാവണം. മൊബൈൽ ഫോണിൽ ഇരുന്നു കൊണ്ട് ജോലി തിരക്കോ യാത്രാ തിരക്കോ കൊണ്ട് ദീന് പഠിക്കാൻ പ്രയാസപ്പെടുന്നവരെ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരൊറ്റ ഓൺലൈൻ ആപ്പ് പീസ് റേഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീന് കിട്ടിയില്ല, പഠിക്കാൻ പറ്റിയില്ലെന്ന സങ്കടം മാറ്റാം. ഓൺലൈൻ കൗൺസിലിംഗ് നടക്കുന്ന, ഒരുപാട് മഹത്തരമായ ഫാമിലി പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്ന പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തിക്കോ. വീഡിയോ കണ്ട് പഠിക്കാൻ മക്കൾക്കും കുടുംബത്തിനും ഒത്തൊരുമിച്ച് കാണാൻ പറ്റിയ ആപ്പ് ജമീൽ ആപ്പ്. പ്രാർത്ഥനകൾ അതിലുണ്ട്, ഫത്വകൾ അതിലുണ്ട്, പുസ്തകം അതിലുണ്ട്, ഓഡിയോ ഉണ്ട്, വെള്ളിയാഴ്ചകളിലെ മുഴുവൻ ഖുത്ബകൾ അതിലുണ്ട്. ഒരൊറ്റ ആപ്പ്, വേണ്ടാത്ത എന്തെല്ലാം നമ്മുടെ ഫോണിലുണ്ട്. ഒരു ജമീൽ ആപ്പ് വായിക്കാൻ, ഒരു നേർപ്പദം വാരികയുണ്ട്. ഒരാഴ്ച നമുക്ക് നമ്മുടെ കുടുംബത്തിന് വായിക്കാനുള്ളതുണ്ട്. ഒരുപാട് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ CRE സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ മക്കൾ മുതൽ ഈ രംഗത്തില്ല എങ്കിൽ നാളെ പരലോകത്ത് നമുക്കെതിരായി മാറുന്ന അവസ്ഥ വരാതിരിക്കാൻ വലിയ സന്തോഷത്തോടെ നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പ ആസറിന് ലഭിക്കാത്ത, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന് ലഭിക്കാത്ത, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്ക് ലഭിക്കാത്ത
ഒരു ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ എത്താൻ പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനോട് എപ്പോഴും തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ദിക്റുകളും സ്വലാത്തും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അങ്ങ് പാലിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ മുന്നിട്ടിറങ്ങുക. ഇനിയും ഇത്തരത്തിലുള്ള നന്മകൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നാം ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കുക. എൻ്റെ സംസാരത്തിലെ ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാ നാട്ടുകാരും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു ഹദീസ്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വാക്ക്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരാളുടെ സംഭവം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അതൊക്കെ വെറുതെ പറയാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ സംഘാടകരുമായി ബന്ധപ്പെടും. കളവ് പറയേണ്ട ഒരൊറ്റ പ്രശ്നം നമ്മുടെ മുമ്പിലില്ല, ഒരു സെന്റൻസ് പോലും. അല്ലാഹുവാണേ സാക്ഷി. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സംഘാടകരോട് നിങ്ങൾ ചോദിക്കണം, അതാരാ പറഞ്ഞത്, അതേത് പുസ്തകത്തിലാ, അതേതായത്തിലാ, ചോദിച്ച് അറിഞ്ഞ് പഠിച്ച് നമ്മൾ നമ്മുടെ പരലോകത്തിന് വേണ്ടി ഒരുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെ മരിക്കുന്ന മഹത്തായ സൗഭാഗ്യവാന്മാർ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ശിഫ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ പലരും മരണപ്പെട്ടു പോയി. എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന നമ്മുടെ ഒരു പ്രബോധകനായ വീട്ടി തങ്ങൾ എന്ന നമ്മുടെ സഹോദരൻ ഇന്ന് രാവിലെ മരണപ്പെട്ടു. രാവിലെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്, ഞങ്ങളുടെ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ, കച്ചവടത്തിൽ, ജോലിയിൽ, വരുമാനത്തിൽ ബറക്കത്ത് നൽകണമേ. ഈ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നൽകിയ ഇത്രയും ചെറുതും വലുതുമായ ഞങ്ങളുടെ സ്വതക്കകൾ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുകയും പൊരുത്തപ്പെടുകയും തൃപ്തിപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. മഴയുടേതോ കാലാവസ്ഥയുടെയോ എല്ലാ കെടുതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ റഹ്മാനെ. ഫലസ്തീനിലെ പ്രിയങ്കരായ ഞങ്ങളുടെ പ്രിയങ്കരായ വിശ്വാസി സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ. ഇന്ത്യ രാജ്യത്ത് നിർഭയത്വത്തോടെ ജീവിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ والحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اغفر لنا وارحمنا. اللهم اشف مرضانا. اللهم اقض عنا ديوننا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام عليكم ورحمة الله وبركاته.